എല്ലാവർക്കും നമസ്കാരം. മലയാളം ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. എന്റെ പേര് നിഷാജ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന പാഠഭാഗം 23-ാമത്തെ അധ്യായമായ അന്നത്തെ പുണ്യം എന്ന ഒരു കവിതയാണ്. കവിതയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മലയാളത്തിലെ പ്രശസ്ത എഴുത്തുകാരൻ കവി ഉള്ളൂർ എസ് പരമേശ്വരയ്യർ തയ്യാറാക്കിയിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു കവിതാഭാഗമാണ് നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത്. പുരാണ കഥകളിൽ കണ്ണൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ കുട്ടിക്കാലം, കണ്ണന്റെ രൂപം, കണ്ണൻ ജീവിതത്തിലുടനീളം ചെയ്ത എല്ലാ കാര്യങ്ങളും വിസ്മയിപ്പിക്കുന്നതായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കവിതയിൽ ഉടനീളം ഉള്ളൂർ നമുക്ക് വേണ്ടിയിട്ട് കണ്ണന്റെ കഥകൾ വിവരിച്ചിരിക്കുന്നത്. ആധുനിക കവിത്രയത്തിൽ ഒരാളായ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ നിരവധി എഴുതിയ കവിതകളിൽ ഒന്ന് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നു. അദ്ദേഹത്തെ കുറിച്ച് എനിക്ക് ഓർമ്മ വരുന്നതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, വളരെ ലളിതമായി നമ്മള് മലയാളം പഠിതാക്കൾ ഒരിക്കലെങ്കിലും പഠിക്കാതെ കടന്നുപോയില്ല അദ്ദേഹത്തിന്റെ കവിതകളിലൂടെ. അല്ലാതെ നമ്മൾക്ക് മുൻപോട്ട് ഇതുണ്ടാവില്ല. എല്ലാവരും ഏതെങ്കിലും രൂപത്തിൽ ഏതെങ്കിലും ക്ലാസ്സുകൾ മലയാളം പഠിതാക്കൾ തീർച്ചയായിട്ടും പഠിക്കുന്ന ഒരുപാട് കവിതാഭാഗങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, നമ്മളെ എല്ലാ കൊച്ചുകുട്ടികളും പാടി നടക്കുന്ന കാക്കേ കാക്കേ കൂടെ ഇവിടെ തുടങ്ങിയ ലളിതമായ കവിതകൾ ഉൾപ്പെടെ ഉമാകേരളം പോലെയുള്ള വളരെ മനോഹരമായിട്ടുള്ള വലിയ കാവ്യങ്ങൾ വരെ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അപ്പോ ഇന്നത്തെ നമ്മളുടെ കവിത നേരത്തെ സൂചിപ്പിച്ച പോലെ കണ്ണന്റെ കുട്ടിക്കാലത്തിൽ തുടങ്ങി മറ്റ് ഒരുപാട് പുരാണ കഥകളിലൂടെ എല്ലാം കടന്നുപോയിട്ട് അവസാനിക്കുന്ന ഒന്നാണ് നമ്മളുടെ ഇന്നത്തെ കവിതാഭാഗം അന്നത്തെ പുണ്യം എന്നുള്ളത്. അപ്പൊ നമുക്ക് നേരെ കവിതാഭാഗത്തിലേക്ക് കടക്കാം. കവിതയിലെ ഓരോരോ ഭാഗത്തിലെ വരികളും ചർച്ച ചെയ്ത് അതിനുള്ളിൽ പറയുന്ന കഥകളും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട പദങ്ങളും എല്ലാം കൂടി നമുക്ക് ചർച്ച ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് പോകാം. അപ്പോ പാഠഭാഗം അന്നത്തെ പുണ്യം. അപ്പോൾ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പോവാണ്. സ്ക്രീൻ ഷെയർ ചെയ്യുന്നതിനനുസരിച്ച് വരുന്ന വിവരണങ്ങളും മറ്റു കാര്യങ്ങളും വായിച്ചു നോക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ അതിന്റെ ഭാഗമായി എനിക്ക് പറയാനുള്ള വിശദീകരണവും തുടർച്ചയായിട്ട് ഞാൻ പറയുന്നതായിരിക്കും. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോ നമ്മൾ എല്ലാ തവണത്തെയും പോലെ തന്നെ പാഠത്തിന്റെ പേര് അന്നത്തെ പുണ്യം. അന്നത്തെയാണ് അല്ലെ? ഇപ്പൊ പാസ്റ്റ് ആണ്, ഭൂതകാലാണ്. അപ്പൊ ഒരുപാട് മുൻപ് നടന്ന പുരാണ കഥകളൊക്കെ ആസ്പദമാക്കിക്കൊണ്ട്, കണ്ണന്റെ കുട്ടിക്കാലം ആസ്പദമാക്കിക്കൊണ്ടുള്ള ഒരു കവിതാഭാഗമാണ്. നേരത്തെ സൂചിപ്പിച്ചു. നമുക്ക് കവിയെ അറിഞ്ഞുകൊണ്ട് എല്ലാ തവണത്തെയും പോലെ ആരംഭിക്കാം. ഞാൻ സൂചിപ്പിച്ചു ആധുനിക കവിത്രയം. ആരൊക്കെയാണ് ആധുനിക കവിത്രയം? ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. മഹാകവി കുമാരനാശാൻ, ഉള്ളൂർ എസ് പരമേശ്വരയ്യർ, വള്ളത്തോൾ നാരായണമേനോൻ. ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെടുന്ന ഉള്ളൂരാണ് നമ്മളുടെ ഈ ഒരു കവിത തയ്യാറാക്കിയിരിക്കുന്നത്. ആധുനിക കവിത്രയത്തിന്റെ പേര് പറഞ്ഞപ്പോ നമുക്ക് എടുത്തു പറയേണ്ട മറ്റൊരു വിഭാഗം പ്രാചീന കവിത്രയങ്ങളാണ്. പ്രാചീന കവിത്രയം എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ എഴുത്തച്ഛൻ, ചെറുശ്ശേരി, അതുപോലെ കുഞ്ചൻ നമ്പ്യാർ. അപ്പൊ ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെടുന്ന ഉള്ളൂർ എഴുതിയ കവിതാഭാഗം. ഉള്ളൂരിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞ് നമുക്ക് ആരംഭിക്കാം. നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഉള്ളൂരിന്റെ ഒരു ജീവിതരേഖ അല്ലെങ്കിൽ ജീവചരിത്ര കുറിപ്പ് എന്നൊക്കെ പറയാവുന്ന ഒരു ഭാഗമാണ്. പാഠത്തിന്റെ ആമുഖം എന്ന വണ്ണം നൽകിയെന്ന് മാത്രം. മലയാള ഭാഷയിലെ പ്രമുഖ കവിയും പണ്ഡിതനുമായ മഹാകവി എന്നറിയപ്പെടുന്ന ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. 1877 ജൂണിൽ ജനനം. ചങ്ങനാശ്ശേരിക്ക് അടുത്ത് പെരുന്നയിലാണ് അദ്ദേഹത്തിന്റെ ജനനം.
അച്ഛൻ, അമ്മ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ നൽകിയിരിക്കുന്നത് കാണാം. പിന്നീട് അച്ഛന്റെ അകാല മരണത്തെ തുടർന്ന് അമ്മയോടൊപ്പം അച്ഛന്റെ നാടായ ഉള്ളൂരിലേക്ക് താമസം മാറി. അങ്ങനെ ഉള്ളൂർ എന്ന് പറയുന്ന കവി ഉള്ളൂർ എസ് പരമേശ്വരയ്യർ എന്ന പേരിൽ അറിയപ്പെടാനുള്ള സാഹചര്യം അവിടെ ഉണ്ടായി. ഒരുപാട് മഹത്തായിട്ടുള്ള കവിതകൾ മലയാളികൾക്കും മറ്റും സംഭാവന ചെയ്തു. ഉള്ളൂർ, കുമാരനാശാൻ, വള്ളത്തോൾ എന്നീ കവികൾ 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ മലയാള കവിതയിൽ കാൽപ്പനിക പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച് ശ്രദ്ധേയരായി. അവർ പിൽക്കാലത്ത് ഈ പറയുന്ന ആധുനിക കവിത്രയം എന്ന പേരിൽ അറിയപ്പെട്ടു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളൂരിന്റെ ഇതിലുള്ളത്. ഇത് നമ്മുടെ പാഠഭാഗത്ത് നൽകിയിരിക്കുന്ന ഗ്രന്ഥകാര പരിചയത്തിൽ വരുന്ന ഒരു ഭാഗമാണ്. ഇവയും പ്രധാനമായിട്ടും പറയുന്ന കാര്യങ്ങൾ ഇത്തരത്തിൽ തന്നെയാണ്, വായിച്ചു നോക്കാവുന്നതാണ്. പ്രധാനമായിട്ടും ഉമാകേരളം, മഹാകാവ്യം, പിന്നെ പ്രേമസംഗീതം, കർണഭൂഷണം, അതുപോലെ തന്നെ ദീപിക, പിങ്കള തുടങ്ങിയ മനോഹരമായിട്ടുള്ള ഒരുപാട് കൃതികളുടെ പേരുകൾ അദ്ദേഹം എഴുതിയിരിക്കുന്ന കൃതികളുടെ പേര് ഈ ഭാഗത്ത് നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ പ്രധാനമായിട്ടും 1937 തിരുവിതാംകൂർ മഹാരാജാവ് മഹാകവി ബിരുദം നൽകിയതും ഈ ഭാഗത്ത് കാണാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കെല്ലാവരും. അപ്പോ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഏതൊരു മലയാളം പഠിതാവും മലയാള ഭാഷയില് ഒരുപാട് മനോഹരമായിട്ടുള്ള കവിതകൾ നൽകിയ ഉള്ളൂരിന്റെ കവിതയിലൂടെ കടന്നു പോകും എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാം. ഇനി നമുക്ക് നേരെ കവിതാഭാഗത്തിലേക്ക് കടക്കാം. അപ്പോ അദ്ദേഹത്തിന്റെ കവിതകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കവിതകളിൽ ഉടനീളം കാണിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ കഠിനമായിട്ടുള്ള പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുന്ന വ്യക്തിയാണ് ഉള്ളൂർ എന്നാണ് പരക്കെ അല്ലെങ്കിൽ പൊതുവെ പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ശബ്ദാഢ്യൻ എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട്. അപ്പോ അദ്ദേഹത്തിന്റെ കവിതാഭാഗമാണ് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യുന്നത്. അന്നത്തെ പുണ്യം. വരികളിലേക്ക് കടക്കാം. ആദ്യ വരികൾ നമുക്ക് നോക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. ഒരു ഹരിതഭംഗി വർണ്ണിക്കുന്ന ഒരു ഭാഗമാണ് അവിടെ നൽകിയിരിക്കുന്നത്. വരികളിലേക്ക് കടക്കാം. കാളിന്തിയാറ്റിൻ കരയിൽ കണ്ണിന് അമൃതധാരയായി പരപ്പിലുണ്ടൊരാരോമൽ പച്ചപ്പുൽ തകിടിപ്പുറം. കാളിന്തി എന്ന് പറയുന്ന ആറിന്റെ കരയിൽ, കാളിന്തി എന്ന് പറയുന്നത് പ്രശസ്തമായിട്ടുള്ള യമുന നദിയാണ്. യമുന നദിയുടെ മറ്റൊരു പേരാണ് കാളിന്തി. അപ്പോ കാളിന്തി നദിയുടെ നദിയുടെ കരയിൽ കണ്ണിന് അമൃതധാരയായി, കണ്ണിന് മനോഹരമായ കാഴ്ചയായിട്ട് ആ പരപ്പിലുണ്ട് ഒരു ആരോമൽ പച്ചപ്പുൽ തകിടിപ്പുറം. അപ്പോ കേരളം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന ഭാരതം എന്ന് പറയുന്ന പല ദേശത്തിലും ഒരുപാട് അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും ഒരുപാട് മനോഹരമായിട്ടുള്ള ഹരിതഭംഗി നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന പ്രദേശം തന്നെയാണ്. അപ്പൊ അത്തരത്തിൽ മനോഹരമായിട്ടുള്ള ഹരിതഭംഗി കാണിച്ചുകൊണ്ടാണ് കവിതാഭാഗം ആരംഭിക്കുന്നത്. അതും കാളിന്തി നദിയുടെ കരയിലെ മനോഹരമായ പച്ച പുൽ തകിടിപ്പുറം ആണ് ആദ്യ ഭാഗത്തിൽ കാണുന്നത്. അടുത്ത വരിയിലേക്ക് കടക്കുമ്പോൾ നമുക്ക് നോക്കാവുന്നത് എന്താണ്? അനന്തമഹിമാവേന്തുമ വൃന്ദാവന ഭൂമിയിൽ മാടുമയച്ചു കളിച്ചാൻ പോയി മായാമാനുഷനൻ പുരാൻ. അനന്തമഹിമാവേന്തു. എന്താ അനന്തമഹിമാവേന്തു? വളരെ മേന്മയേറിയത് എന്നർത്ഥം. എന്തുകൊണ്ടാണ് മേന്മയേറുന്നത്? വൃന്ദാവന ഭൂമിയിൽ മാടുമേച്ചു കളിച്ചാൻ പോയി മായാമാനുഷനൻ പുരാൻ. അതായത് നമുക്കെല്ലാവർക്കും അറിയാം വൃന്ദാവനം. എന്താ വൃന്ദാവനം? വൃന്ദാവനം എന്ന് പറയുന്നത്, വൃന്ദാവനത്തെ സംബന്ധിച്ചിടത്തോളം വൃന്ദാവനം എന്ന് പറയുന്നത് പണ്ട് കണ്ണൻ അല്ലെങ്കിൽ കൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി പണ്ട് കാലി മേച്ച് കളിച്ചു നടന്ന ആ ഒരു സ്ഥലമാണ് വൃന്ദാവനം എന്ന് പറയുന്നത്. അത്തരത്തിൽ പ്രശസ്തമായിട്ടുള്ള സ്ഥലമാണ് വൃന്ദാവനം. അപ്പൊ ഇവിടെ പറയുന്നത് ആ വൃന്ദാവന ഭൂമിയിൽ മാടുമേച്ച് കളിച്ചു. മാടുമേച്ച് കളിച്ചു. പശുക്കളെ. അതായത് കണ്ണന്റെ ജീവിതം അല്ലെങ്കിൽ അമ്പാടിയിലായിരുന്നു. അമ്പാടിയിലെ പ്രധാനപ്പെട്ട അവരുടെ ജീവിതമാർഗം എന്ന് പറയുന്നത് പശുക്കളെ മേച്ച് നടന്ന് അവയുടെ പാലും മറ്റും വെണ്ണയും അല്ലെങ്കിൽ ഇതൊക്കെ ആയിട്ട് വിൽക്കുകയും അല്ലെങ്കിൽ അതായിരുന്നു അവരുടെ ജീവിതമാർഗം. അപ്പോ കുട്ടിക്കാലത്ത് മാട് മേച്ച് നടക്കാൻ വേണ്ടിയിട്ട് മാട് മേയ്ക്കുകയായിരുന്നു കണ്ണന്റെ ജോലി. അപ്പൊ ആ മാട് മേച്ച് കളിച്ച സ്ഥലമാണ് വൃന്ദാവന ഭൂമി.
അവിടെ ഏതാ മാടുമേച്ച് കളിച്ചാൻ പോൽ, കളിച്ചാൻ പോൽ എന്നാണ് പറയുന്നത്. കളിച്ചു അത്ര, അല്ലെങ്കിൽ കളിച്ചാൻ പോൽ. ആര്? മായാമാനുഷനൻ പുരാൻ. മായാമാനുഷൻ അവിടെ നേരിട്ട് കണ്ണനെന്നോ അല്ലെങ്കിൽ കൃഷ്ണനെന്നോ പറയുകയല്ല, മായാമാനുഷൻ എന്ന് പറയുന്ന. മായാമാനുഷൻ മനുഷ്യനാണോ? അല്ല, മനുഷ്യനെന്ന് തോന്നിക്കുന്ന ഭഗവാൻ. മായാമനുഷ്യൻ അല്ലെ, മായാമാനുഷൻ എന്നാണ് പറയുന്നത്. അപ്പോ വളരെ മഹത്വമുള്ള, വളരെ മേന്മയുള്ള വൃന്ദാഭൂമിയിലാണത്രേ, ആ വൃന്ദാവന ഭൂമിയിലാണത്രേ ആ മനുഷ്യനെന്ന് തോന്നിപ്പിക്കുന്ന, മനുഷ്യനാണെന്ന് തോന്നിപ്പിക്കുന്ന പുരാൻ. പുരാൻ തമ്പുരാൻ ഭഗവാൻ, ഈ പറയുന്ന നമ്മുടെ കൃഷ്ണൻ മാടുമേച്ച് കളിച്ചതത്രേ. ഈ വരിക്ക് ശേഷം വരുന്ന വരികളില് കണ്ണന്റെ ഒരു നമ്മളെന്താ പറയാ, വാങ്മയ ചിത്രം പോലെ കണ്ണനെ വർണ്ണിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കണ്ണന്റെ രൂപം, വേഷം തുടങ്ങിയവയൊക്കെ വരികളിൽ ഉടനീളം കാണാം. അടുത്ത വരിയിലേക്ക് കടക്കാം. കോടക്കാർ കൊമ്പ് കുത്തുന്ന കോമള തിരുമേനിയിൽ മഴമിന്നൽ തൊഴുമട്ടിൽ മഞ്ഞപ്പട്ടാട ചാർത്തിയോ. കോടക്കാർ, എന്താ കോടക്കാർ? കോടക്കാർ എന്ന് പറയുന്നത് കാർമേഘത്തെയാണ്. അപ്പൊ കൊമ്പ് കുത്തുന്ന കോടക്കാർ പോലെ, മഴമേഘം പോലെ, മഴമേഘം പോലെ കോമള തിരുമേനിയാണെന്നാണ് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, കണ്ണനെ നമ്മൾ പലപ്പോഴും അല്ലെ കാർവർണ്ണൻ എന്നൊക്കെയാണ് വിളിക്കാറ്. കാർവർണ്ണൻ, അതുപോലെ നീല നിറം, അദ്ദേഹത്തിന്റെ കണ്ണന്റെ ശരീരത്തെ നീല നിറത്തോടും അല്ലെങ്കിൽ കാർവർണ്ണൻ എന്ന പദത്തോടൊക്കെ പലപ്പോഴും ഉപമിക്കാറുണ്ട്. അപ്പോ എന്തിന് ഇവിടെ മഴമേഘം പോലും തോറ്റുപോകുന്ന മനോഹരമായ തിരുമേനിയിൽ, അവിടെ നോക്കൂ, കോമളം, മനോഹരം, തിരുമേനി. എന്താ തിരുമേനി? അവിടെ നമ്മൾ ചിന്തിക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട പദം എന്ന് പറയുന്നത് തിരുമേനി എന്നുള്ളതാണ്. അതായത് തിരു, അതായത് നമ്മൾ പണ്ട് കാലത്ത് ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണ് തിരുവസ്ത്രം, അല്ലെങ്കിൽ തൃപ്പാദം, അല്ലെങ്കിൽ തിരുപാദം എന്നൊക്കെ. എന്താണ് ഈ തിരു കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്? തിരുമേനി അല്ലെ, മേനി എന്ന് പറഞ്ഞാൽ ശരീരം. അപ്പൊ തിരു എന്നുള്ളത് കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് ഐശ്വര്യവും സൗന്ദര്യവും വഴിയുക എന്നുള്ളതാണ്. അപ്പൊ ഈ അർത്ഥത്തോട് ചേർന്നിട്ടാണ് അവിടെ കണ്ണന്റെ ശരീരത്തെ മനോഹരമായ ശരീരമായിട്ട് ഉപമിക്കുന്നത്. അടുത്തതോ, മഴമിന്നൽ തൊഴുമട്ടിൽ മഞ്ഞപ്പട്ടാട ചാർത്തിയോ. മഴമിന്നൽ തൊഴുമട്ടിൽ മഞ്ഞപ്പട്ടാട. അടുത്തത് കണ്ണന്റെ വസ്ത്രത്തെ കുറിച്ചാണ് പറയുന്നത്. വസ്ത്രത്തിന്റെ നിറമാണ് അവിടെ സൂചിപ്പിക്കുന്നത്, മഞ്ഞ പട്ടാട അല്ലെ, പട്ടാട. അതായത് കണ്ണന്റെ വസ്ത്രത്തിൽ ഏറ്റവും പ്രസിദ്ധിയുള്ള നിറമാണ് മഞ്ഞ. അപ്പൊ അവിടെ ഏതാ മനോഹരമായ മഞ്ഞപ്പട്ട്, എന്തിനേറെ പറയുന്നു, മഴമിന്നൽ പോലും തൊഴുന്ന രൂപത്തിൽ മഞ്ഞപ്പട്ട് ചാർത്തിയാണ്, അല്ലെങ്കിൽ മഞ്ഞപ്പട്ട് അണിഞ്ഞാണ് ആര് നിൽക്കുന്നത്? കൃഷ്ണൻ അഥവാ കണ്ണൻ നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. അടുത്ത ഗീതകത്തിലേക്ക് പോകാം. നോക്കൂ, അടുത്ത വരികളിൽ ഇപ്രകാരമാണ് പറയുന്നത്: മനോജ്ഞമാ മയിൽപീലി മകുടം വിട്ടു നീങ്ങവേ, മാൺപിഴും കവിളിൽ തട്ടി മണികുണ്ഡലമാടവേ. കണ്ണനെ തിരിച്ചറിയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കണ്ണന്റെ തലയിൽ ചൂടിയിട്ടുള്ള മയിൽപീലി അല്ലെ. കണ്ണനെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ആ ഒരു മയിൽപീലി. മയിൽപീലി അദ്ദേഹം ഒരു നമ്മൾ പറഞ്ഞ പോലെ അമ്പാടി, അല്ലെങ്കിൽ അവിടെ ജനിച്ചു വളർന്ന, അല്ലെങ്കിൽ കിരീടമൊക്കെ അണിഞ്ഞ് ഒരു രാജകുമാരനാണ്. അപ്പൊ ആ രാജകുമാരന്റെ വേഷഭൂഷാദികളൊക്കെ ആർക്കുണ്ടാകും? കണ്ണനുണ്ടാകും. അപ്പോ മകുടം വിട്ട് നീങ്ങുന്ന മയിൽപീലി എന്നാ പറയുന്നത്. വളരെ മനോഹരമായ മയിൽപീലി എവിടെ നിന്ന് മാറിയിരിക്കുന്നു? മകുടത്തിൽ നിന്നും. അതായത് തലയിൽ, ശിരസിൽ അണിഞ്ഞിരിക്കുന്ന മകുടം, മകുടം എന്ന് പറഞ്ഞാൽ കിരീടം എന്നർത്ഥം. അപ്പൊ ആ കിരീടത്തിൽ നിന്നും മയിൽപീലി അത് അങ്ങനെ തെന്നി മാറിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണന്റെ കുസൃതികളൊക്കെ കാട്ടുന്ന സമയത്ത്, കളിക്കുന്ന സമയത്തൊക്കെ മയിൽപീലി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കാം. മാൺപിഴും കവിളിൽ തട്ടി മണികുണ്ഡലമാടവേ. മാൺപിഴും എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായത് എന്നാണ് അർത്ഥം. അപ്പോ കണ്ണൻ
കാഴ്ചയിൽ വളരെയധികം എന്താ പറയാ ലാളിത്യമുള്ള, അല്ലെങ്കിൽ ആർക്കും കൊഞ്ചിക്കാൻ തോന്നുന്ന ഒരു ഇതിനുടമയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കുട്ടിത്തം, ആ ഒരു ആ മനോഹരമായിട്ടുള്ള ആ കവിളില് നമുക്ക്, അല്ലെങ്കിൽ ആ വരികളിൽ കാണാൻ പറ്റും, വളരെ മനോഹരമായ ആ കവിളിലത അദ്ദേഹത്തിന്റെ കാതുകളിൽ കിടക്കുന്ന, അല്ലെ, കാതുകളിൽ കിടക്കുന്ന മണികുണ്ഡലമാടുന്നു. മണികുണ്ഡലം, കുണ്ഡലം എന്ന് പറഞ്ഞാൽ കാതിലണിയുന്ന ആഭരണം എന്നാണ് അർത്ഥം. അപ്പോ ഇവിടെ ഉദ്ദേശിക്കുന്നത് രത്നം പതിച്ച കാതിലെ ആഭരണത്തെ കുറിച്ചാണ്. അപ്പോ കണ്ണന്റെ കളിയിൽ മയിൽപ്പീലി തെന്നി മാറുന്നുണ്ട്. അതോടൊപ്പം തന്നെ വളരെ മനോഹരമായിട്ടുള്ള എന്താണ് മണികുണ്ഡലങ്ങൾ അദ്ദേഹത്തിന്റെ കവിളിൽ ഇങ്ങനെ തട്ടുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തട്ടുന്നതായിട്ട് പറയുന്നു. ഇനി അടുത്ത ഇത് നോക്കാം. കുഞ്ഞിളങ്കാറ്റിൽ അങ്ങിങ്ങ് കുനുകൂന്തൽ പറക്കവേ, ഗോപിക്കുറി വിയർപ്പുറ്റ കുളിർനെറ്റിയിൽ മായവേ. അപ്പൊ നല്ല ഇളം കാറ്റടിക്കുന്നുണ്ട്, അല്ലെ? നോക്കൂ അവിടെ ആ ഒരു വരി നോക്കൂ, ശ്രദ്ധിക്കൂ. കുഞ്ഞിളം കാറ്റ് എന്നാ പറയുന്നത്, അല്ലെ? കുഞ്ഞിളം കാറ്റ്, അതായത് കാറ്റിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒന്ന് മൃദുവാക്കാൻ വേണ്ടിയിട്ട് ഇളങ്കാറ്റ് എന്ന പദം, അതിനെ വീണ്ടും എന്ത് ചെയ്തിരിക്കുന്നു? വിശേഷിപ്പിക്കുന്നത് കുഞ്ഞ് കുഞ്ഞ് ഇളം കാറ്റ്, അല്ലേ? അപ്പൊ കാറ്റാണ്, ആ കാറ്റ് ഇളങ്കാറ്റാണ്, കുഞ്ഞ് ഇളങ്കാറ്റാണ്. ആലോചിച്ച് നോക്കൂ, അല്ലേ? അപ്പോ ഇവിടെ വളരെ മൃദുവായി അല്ലെങ്കിൽ വീശുന്ന ആ കുഞ്ഞിളം കാറ്റിൽ അങ്ങിങ്ങ്, അല്ലെ, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു കൃത്യമായിട്ടുള്ള രൂപത്തിലൊന്നും നിൽക്കാതെ ഉള്ള കുനുകൂന്തൽ. അവിടെ കൂന്തൽ എന്ന് പറയുന്നത്, കൂന്തൽ എന്ന് പറഞ്ഞാൽ മുടി എന്നാണ് അർത്ഥം, അല്ലെ? അപ്പൊ മുടി കുനുകൂന്തലായിട്ട് പറയുന്നു, കുഞ്ഞുകുട്ടി, അല്ലെ? കുഞ്ഞുമുടി, അതായത് കണ്ണന്റെ ചെറിയ മുടികൾ, ഈ പറയുന്ന ഒരു കൃത്യമായിട്ടുള്ള രൂപത്തിലൊന്നും നിൽക്കാത്ത മുടിയെല്ലാം ഈ പറയുന്ന കാറ്റുകൊണ്ട് ഇങ്ങനെ പാറി പറന്ന് നടക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഗോപിക്കുറി വിയർപ്പുറ്റു കുളിർനെറ്റിയിൽ മായവേ. കണ്ണൻ വളരെയധികം എന്താണ് കുസൃതി നിറഞ്ഞ ബാല്യത്തിന് ഉടമയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിരവധി കളികളും മറ്റു കാര്യങ്ങളും ഒക്കെ അദ്ദേഹത്തിന്റെ കുട്ടിക്കാല കഥകളിൽ ഉണ്ടാകും. ഈ പറയുന്ന വെണ്ണക്കള്ളനായിട്ട്, അല്ലെ, എല്ലാ വീടുകളിലും കയറിയിട്ട് അവിടുത്തെ വെണ്ണ മോഷ്ടിച്ച് നടക്കുക. അതുപോലെ തന്നെ ഒരു സമയം അടങ്ങിയിരിക്കുന്ന ഒരു കഥാപാത്രമായിട്ട് കണ്ണൻ നമ്മൾ എവിടെയും കാണുന്നില്ല. അപ്പൊ ആ കണ്ണന്റെ ആ ഒരു കുട്ടിക്കാലത്ത്, അപ്പോ ആ സമയത്ത്, ആ കുട്ടിക്കാലത്തെ കുറിച്ചാണ് പറയുന്നത്. ആ സമയത്ത് അതാ കാർക്കൂന്തൽ അല്ലെങ്കിൽ കുനുകൂന്തൽ ഇങ്ങനെ പാറി നടക്കുന്നു. അതുപോലെ കണ്ണന്റെ നെറ്റിയിൽ എപ്പോഴും കാണാവുന്ന ഗോപി അണിഞ്ഞ കുറി, അല്ലെങ്കിൽ ഗോപിക്കുറി, അല്ലെ, ഗോപി പോലെ അണിഞ്ഞ കുറി, നീളത്തിലുള്ള കുറി അതാ ആ വിയർപ്പുറ്റ്, അല്ലെ, ആ കളിയുടെ വിയർപ്പൊക്കെ തട്ടിയിട്ട് എന്ത് ചെയ്യുന്നു? നെറ്റിയിലൊന്ന് മാഞ്ഞു പോവുകയാണ്. അപ്പോ ഇത്രയുമാണ് ആ വരികളിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി അടുത്ത വരികളിലേക്ക് നമുക്ക് നീങ്ങാം. അടുത്ത വരികൾ ഇപ്രകാരമാണ്. അപ്പൊ കണ്ണന്റെ മനോഹരമായിട്ടുള്ള ശരീരം പറഞ്ഞു, പിന്നീട് അദ്ദേഹം അണിഞ്ഞ മഞ്ഞ പട്ടിനെ കുറിച്ച് പറഞ്ഞു, തലയിൽ കിരീടത്തിൽ നിന്നും വിട്ടുപോകുന്ന മയിൽപ്പീലി, അതുപോലെ തന്നെ കവിളിൽ നിന്ന് തട്ടിയാടുന്ന കാതിലെ ആഭരണം, പിന്നെ കാറ്റിൽ പാറി നടക്കുന്ന മുടി, നെറ്റിയിൽ നിന്ന് മാഞ്ഞു പോകുന്ന ഗോപിക്കുറി, ഇതെല്ലാം കണ്ണന്റെ ഈ പറയുന്ന വാങ്മയ ചിത്രം പറയുന്ന പോലെ വരികളിൽ നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. അടുത്ത വരിയിലേക്ക് കടന്നാൽ, കനിവാറ്റിൻ തിരക്കോളിൽ കടക്കൺകോൺ കളിക്കവേ, തൂവൻ ചെറുചിരി പൈമ്പാൽ സുന്ദരാസ്യേന്തു തൂകവേ. അടുത്തത് കണ്ണന്റെ കണ്ണിനെ കുറിച്ചാണ് പറയുന്നത്. കണ്ണന്റെ കണ്ണ്, നമ്മളെപ്പോഴും കണ്ണനെ കുറിച്ച് പറയാറുണ്ട്, അല്ലെ? എന്താണ്? താമരക്കണ്ണൻ, അല്ലെ? താമര പോലുള്ള, അല്ലെങ്കിൽ മനോഹരമായ, അല്ലെങ്കിൽ മൃദുവായ കണ്ണോട് കൂടിയ നമ്മുടെ ഉണ്ണിക്കണ്ണൻ. അപ്പോ കനിവാറ്റിൻ തിരക്കോളിൽ കടക്കൺകോൺ കളിക്കവേ, അല്ലെ? അതായത് ആറിലെ തിരയിളക്കം പോലെ, അതായത് നദിയിലെ തിരയിളക്കം പോലെ കണ്ണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നതായാണ് പറയുന്നത്. മാത്രമല്ല
തൂവൻ ചെറു ചിരിപ്പയുമ്പാൽ സുന്ദരാസിയെന്തു തൂകവേ. കണ്ണന്റെ മനോഹരമായ ആ ചെറു ചിരി എന്തിനോടാണ് ഇവിടെ കവി ഉപമിച്ചിരിക്കുന്നത്? സുന്ദരാസിയന്തു അല്ലെ, സുന്ദരാസിയന്തു തൂകവേ, സുന്ദരമായ ഇന്ദുവിനോട്. ആസ്യന്തു, 3 പദങ്ങളാണ് അവിടെ. സുന്ദരാസ്യന്തു എന്നുള്ളത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് സുന്ദര ആസ്യ ഇന്ദു, അതായത് സുന്ദരമായ ആസ്യം. ആസ്യം എന്ന് പറഞ്ഞാൽ മുഖം എന്നർത്ഥം. ആസ്യം വദനം എന്നൊക്കെയാണ് ആ മുഖത്തിന്റെ പര്യായം. അപ്പൊ സുന്ദര ആസ്യ ഇന്ദു തൂകവേ, ഇന്ദുവിനോടാണ് അവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? ഉപമിച്ചിരിക്കുന്നത്. അതായത് ചന്ദ്രനോട്. ഇന്ദു എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ. അപ്പൊ വളരെ മനോഹരമായ തിളക്കമുള്ള അല്ലെങ്കിൽ പ്രകാശിക്കുന്ന ആ ഒരു മുഖത്തെ, വളരെ മനോഹരമായ ആ മുഖത്തെ ചന്ദ്രന്റെ പ്രകാശത്തോടും ചന്ദ്രന്റെ ആ ഭംഗിയോടും ശോഭയോടും ഒക്കെയാണ് ഇവിടെ കവി വർണ്ണിച്ചിരിക്കുന്നത്. അതാണ് ഇപ്രകാരം പറയുന്നത്: തൂവൻ ചെറുചിരിപ്പൈമ്പാൽ സുന്ദരാസിയന്തു തൂകവേ. അടുത്ത വരിയിൽ ഓടക്കുഴൽ അണച്ചാൻ പോൽ ഓമൽ തേൻ, ഓടക്കുഴൽ അണച്ചാൻ പോൽ ഓമൽ തേൻ ചോരി വായ്ക്കുമേൽ, ഊതിനാൻ പോൽ ആടിനാൻ പോൽ ഓങ്കാരപ്പൊരുളൻ പുരാൻ. വരിപ്രകാരമാണ്: ഓടക്കുഴൽ അണച്ചാൻ പോൽ ലോമൽ തേൻ ചോരി വായ്ക്കുമേൽ. ഓടക്കുഴൽ അണച്ചുപോലും, അല്ലെ? അതായത് കണ്ണന്റെ ചിത്രങ്ങളിലും കണ്ണന്റെ രൂപത്തിന്റെ ഇടയിൽ, അല്ലെങ്കിൽ രൂപത്തിലെ മയിൽപ്പീലിക്കും മറ്റെല്ലാത്തിനും സ്ഥാനം നൽകുന്നത് പോലെ അത്രത്തോളം പ്രാധാന്യം നൽകുന്ന ഒന്നാണ് കണ്ണന്റെ കയ്യിലുള്ള ഓടക്കുഴൽ. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഒന്നുണ്ട്. കണ്ണൻ എന്ന് പറയുന്നത് എന്താണ്? അമ്പാടിയിലെ കാലികളെയൊക്കെ അല്ലെങ്കിൽ പശുക്കളെയൊക്കെ മേയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്നതിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. അങ്ങനെ പോകുന്ന സമയത്ത് കണ്ണന് കൂട്ടായിട്ട്, കണ്ണന്റെ വിനോദമായിട്ട് കണ്ണൻ കരുതിയിരുന്ന ഒന്നാണ് ഈ ഓടക്കുഴൽ. കണ്ണന്റെ കയ്യിൽ എപ്പോഴും, ചിത്രങ്ങളിലൊക്കെ കാണുന്ന പോലെ കണ്ണന്റെ കയ്യിൽ എപ്പോഴും ആ ഒരു ഓടക്കുഴൽ ഉണ്ടാകും. പശുക്കളെയുമായിട്ട് തീറ്റിക്കാൻ പോകുന്ന സമയം പശുക്കൾ വളരെ സമൃദ്ധമായ പുല്ലിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ണൻ ആ സമയം ചെലവഴിക്കുന്നത് ഈ പറയുന്ന ഓടക്കുഴൽ അണച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഓടക്കുഴൽ ഊതിക്കൊണ്ടാണ്. അപ്പൊ അതാണ് ഇവിടെയും പറയുന്നത്: ഓടക്കുഴൽ അണച്ചാൻ. ഓടക്കുഴൽ എന്ത് ചെയ്തു? അണച്ചു, അതായത് ചേർത്ത് വെച്ചു. എവിടെ? ഓമൽ തേൻ ചോരി വായ്ക്കുമേൽ, ചുവന്നു നിൽക്കുന്ന ഓമനത്തമുള്ള തന്റെ ചുണ്ടിനുമുൾ, അല്ലെ? ചുണ്ടോട് ചേർത്താണ് ഓടക്കുഴൽ വായിക്കുന്നത്. അപ്പോ തന്റെ കയ്യിലുള്ള ഓടക്കുഴൽ തന്റെ ചുവന്ന മനോഹരമായ ചുണ്ടിനോട്, അല്ലെ, ആ ചുണ്ടിനോട് ചേർത്ത് വെച്ച് എന്ത് ചെയ്തു? വായിക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പൊ അവിടെ പറയുന്നത് ഇപ്രകാരമാണ്: ഊതിനാൻ, അല്ലെ, ചുണ്ടിനോട് ചേർത്ത് വെച്ച് എന്ത് ചെയ്തു? ഊതി, അല്ലെ? ഊതുമ്പോൾ എന്തുണ്ടാകും? ഊതുന്ന സമയത്ത് മനോഹരമായ സംഗീതം ആ ഓടക്കുഴലിൽ നിന്നും എന്ത് ചെയ്യും? വരും. അപ്പോ ഊതിനാൻ പോൽ ആടിനാൻ പോൽ, അല്ലെ, ഊതുകയും ചെയ്തു, അതോടൊപ്പം അതിൽ സന്തോഷതൃപ്തനായിട്ട് എന്ത് ചെയ്യാണ്? ആടുകയും ചെയ്തു, നൃത്തം വെക്കുകയും ചെയ്തു. ആര്? ഓങ്കാരപ്പൊരുളൻ പുരാൻ. ആ ഒരു പദം അല്ലെങ്കിൽ ആ ഒരു വരി ശ്രദ്ധിക്കുക. ഓങ്കാരപ്പൊരുൾ, അതായത് അവിടെ വരുന്ന പദം ഓങ്കാര പൊരുളൻ പുരാൻ. നേരത്തെ നമ്മൾ പുരാൻ എന്ന് പറഞ്ഞു, തമ്പുരാൻ എന്നർത്ഥം. ഇവിടെ ഓങ്കാരപ്പൊരുൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓം എന്ന അക്ഷരത്തിൽ കുടിയിരിക്കുന്നവരെ കുറിച്ചാണ്. നമുക്കെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള അല്ലെങ്കിൽ അറിയുന്ന ഒന്നാണ്, അല്ലെങ്കിൽ ഹിന്ദു ഐതിഹ്യ പ്രകാരം വളരെയധികം വിശേഷപ്പെട്ട ഒന്നാണ് ഓം എന്ന പദം. അപ്പോ ഇവിടെ ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ്. ഓങ്കാരപ്പൊരുൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓം എന്ന മന്ത്രത്തിൽ ഒളിഞ്ഞിരിക്കുന്നവർ എന്നാണ് അർത്ഥം. ഒളിഞ്ഞിരിക്കുന്നവർ ആരെന്ന് വെച്ചാൽ സാക്ഷാൽ ഓങ്കാരപ്പൊരുൾ എന്ന് പറയുന്നത് ജീവാത്മാവും പരമാത്മാവുമായിട്ടുള്ള ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരെയാണ്. ബ്രഹ്മാവ്, വിഷ്ണു, മഹേശൻ അഥവാ പരമശിവൻ, ഇവരെല്ലാവരും ഒത്തുചേരുന്നു എന്നാണ് സങ്കല്പം ഓം എന്ന് പറയുന്ന അക്ഷരത്തിൽ. അപ്പോ ആ ഓങ്കാരപ്പൊരുൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ ഓം എന്ന് പറയുന്ന അക്ഷരത്തിൽ ഒളിച്ചു നിൽക്കുന്നത് ആര് തന്നെയാണ്? ഈ കൃഷ്ണൻ തന്നെയാണ്. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഓങ്കാരപ്പൊരുളൻ പുരാൻ, അതായത് ആ ഒരു ഓം എന്ന് പറയുന്ന അക്ഷരത്തിൽ ഒളിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന എന്റെ പുരാൻ, അല്ലെങ്കിൽ എന്റെ
തമ്പുരാൻ എന്നർത്ഥം. അപ്പോ ഒരിക്കൽ കൂടി പറയുന്നു, ഓടക്കുഴൽ അണച്ചു, ആ അണച്ചുകൊണ്ട് ചുണ്ടിന്മേൽ അണച്ചുകൊണ്ട് ഊതി, അങ്ങനെ ഊതി അതോടൊപ്പം തന്നെ സന്തോഷ നൃത്തം ആടി ആര്? കണ്ണൻ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന ഓങ്കാരപ്പൊരുളൻ പുരാൻ എന്ന പദപ്രയോഗം കണ്ണനെയാണ് സൂചിപ്പിക്കുന്നത്. ഓം എന്ന അക്ഷരത്തിൽ കുടിയിരിക്കുന്ന ത്രിമൂർത്തികളായിട്ടുള്ള ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ അവരൊത്തുചേരുന്ന ആ സങ്കല്പത്തെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? കൃഷ്ണൻ ഓടക്കുഴലിലൂടെ അനുഭവിപ്പിക്കുന്നത് എന്നാണ് ഈ വരികളില് സാരം. അപ്പോ ആ ഒരു പ്രയോഗം കുറച്ച് ഇതായതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ആ ഭാഗത്തെ നമ്മൾ ഒന്നും കൂടി വിശദീകരിക്കുന്നത്. അപ്പോ അടുത്ത വരിയിലേക്ക് നമുക്ക് കടക്കാവുന്നതാണ്. യെസ്, അടുത്ത വരി എങ്ങനെയാണ് നോക്കൂ. പാലാഴി വാഴ്വോനോ വത്സൻ, പാലും പ്രാണനുമൊത്തവൻ, ഭാരതാംബ ഭവത്സന്യപാനത്താൽ തൃപ്തനായി പോകും. അതായത് പാലാഴി വാഴ്വൻ അല്ലെ, ആരാണ് പാലാഴി വാഴ്വൻ? ആ പദം ഇങ്ങനെയാണ്, പാലാഴിയിൽ വാഴുന്നവൻ. കുറച്ചും കൂടെ വിശദീകരിച്ചാൽ, പാൽക്കടലിൽ പള്ളി കൊള്ളുന്നവൻ അവന്റെ വത്സൻ. വത്സൻ എന്ന് പറഞ്ഞാൽ വാത്സല്യത്തിന് പാത്രമായവൻ എന്നാണ് അർത്ഥം. അതായത് പാലാഴിയിൽ വാഴുന്ന ആരാണോ അദ്ദേഹത്തിന്റെ വാത്സല്യത്തിന് പാത്രമായവൻ. ഇനി കുറച്ചും കൂടെ വിശദീകരിച്ചാൽ, പാൽക്കടലിൽ പള്ളി കൊള്ളുന്നവൻ ആരാണ്? അതെ, മഹാവിഷ്ണുവാണ്. ആ മഹാവിഷ്ണുവിന്റെ വത്സൻ, അതായത് അവിടെ ഉദ്ദേശിക്കുന്നത് ഇപ്രകാരമാണ്, മഹാവിഷ്ണുവിന്റെ മറ്റൊരു രൂപം തന്നെയല്ലേ ഈ വത്സൻ അല്ലെങ്കിൽ വാത്സല്യത്തിന് പാത്രമായ കണ്ണൻ. പാലും പ്രാണനുമൊത്തവൻ, പാലും പ്രാണനുമൊത്തവൻ, പാല് മറ്റും അല്ലെങ്കിൽ വെണ്ണയും ഒക്കെ പ്രിയപ്പെട്ടത് എന്നാണ് പറയുന്നത്. അങ്ങനെ പറയാൻ കാരണമുണ്ട്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു അല്ലെ, അമ്പാടിയിലാണ് കണ്ണന്റെ ജീവിതം. കണ്ണന്റെ ജീവിതത്തിൽ ഗോപികമാരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന അവിടെയുള്ള എല്ലാവരുടെയും പ്രധാന ജോലി എന്ന് പറയുന്നത് പാല് ആണ്. അപ്പൊ പാല്, അതിൽ നിന്ന് വെണ്ണ, തൈര് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഉറികളിലൊക്കെ ആക്കിയിട്ട് എടുത്തു വെക്കും. അതുപോലെ തന്നെ കുട്ടികൾ എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടൊക്കെ ഒരുപാട് ഉയരത്തിലൊക്കെ വെച്ചാലും കണ്ണനും കൂട്ടുകാരും എങ്ങനെയെങ്കിലും എന്ത് ചെയ്യും, ഇവയെല്ലാം കട്ടെടുത്ത് കഴിക്കും. അപ്പൊ കണ്ണന്റെ കുട്ടിക്കാല കഥകളിൽ ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്തതാണ് ഈ പറയുന്ന പാലും വെണ്ണയും ഒക്കെ മോഷ്ടിക്കുന്നതും കഴിക്കുന്നതൊക്കെ. അപ്പൊ അത്രയും പ്രിയങ്കരമായതാണ് ആർക്ക്? കണ്ണൻ ഈ പാലും വെണ്ണയും ഒക്കെ. അപ്പൊ അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇവിടെ ഇതാ അടുത്ത വരി പ്രകാരമാണ്, ഭാരതാംബ ഭവൽ സ്തന്യപാനത്താൽ തൃപ്തനായി പോവും. ഭാരതാംബ ഭവൽ സ്തന്യത്താൽ, ഭാരതാംബ അല്ലെ, ഭാരതഭൂമിയാകുന്ന അമ്മ, നമ്മളുടെ ഭാരതം അല്ലെങ്കിൽ നമ്മളുടെ സംസ്കാരം അനുസരിച്ച് ഭാരതത്തെ അല്ലെങ്കിൽ എല്ലാവരെയും സ്ത്രീകളോട് അല്ലെങ്കിൽ സ്ത്രീകളോട് ഉപമിക്കാറാണ് പതിവ് അല്ലെ. അതായത് വനദേവത, കടലമ്മ അല്ലെ, അത്തരത്തിൽ ഭൂമിദേവി, അത്തരത്തിൽ പ്രയോഗിക്കുന്ന ഒന്നാണ് ഭാരതം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ ഭാരതാംബ. അപ്പൊ ഭാരതമാകുന്ന അല്ലെങ്കിൽ ഭാരതമാകുന്ന നമ്മുടെ അമ്മയുടെ പ്രജയായിട്ട് അല്ലെങ്കിൽ പുത്രനായി പിറന്നല്ലോ ആര്? കണ്ണൻ. ആ പ്രജയായി പിറന്നുവല്ലോ എന്നത് ആലോചിച്ച് എന്ത് ചെയ്യാണ്? കവിക്ക് അത്ഭുതമാണ്. അപ്പോ ഈ പറയുന്ന ഭാരതാംബയുടെ ഭവൽസ്തന്യപാനത്താൽ അല്ലെ, അതായത് ഈ നമുക്ക് എല്ലാവർക്കും അറിയാം അമ്മയുടെ മുലപ്പാൽ, അവിടെ ഉദ്ദേശിക്കുന്ന അമ്മ എന്ന് പറയുന്നത് ഭാരതാംബയാണ്. അപ്പൊ ഭാരതത്തിന്റെ അല്ലെങ്കിൽ ഭാരതത്തിന്റെ മകനായി പിറന്ന കണ്ണൻ എന്ന് ആലോചിക്കുമ്പോൾ ഒരു അത്ഭുതമൊക്കെ ആർക്ക് തോന്നുന്നുണ്ട്? കവിക്ക് തോന്നുന്നുണ്ട്. അപ്പോ സ്തന്യപാലത്താൽ തൃപ്തനായി എന്നതുകൊണ്ട് അമ്മയുടെ മുലപ്പാല് നുകർന്ന്, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കേട്ട് പരിചരിച്ച കവിതയിലൊക്കെ അല്ലെ ഇപ്രകാരം പറയുന്നുണ്ട്. എങ്ങനെയാ? അമ്മതൻ വാത്സല്യ ദുഗ്ധം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടും അല്ലെ. അപ്പോ അമ്മയുടെ വാത്സല്യപൂർവ്വമുള്ള മുലപ്പാല് നുകർന്നാൽ പൈതങ്ങൾ എങ്ങനെ തൃപ്തി നേടുമോ അത്തരത്തിൽ തൃപ്തി ഈ ഭാരതഭൂമിയിൽ ചിലപ്പോൾ കൃഷ്ണനായിട്ട് അവതരിച്ചപ്പോൾ ചിലപ്പോൾ മഹാവിഷ്ണു നുകർന്നിരിക്കും എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന അഭിപ്രായം.
ഒരിക്കൽ കൂടി പറയുന്നു, അതായത് ഭാരതത്തിന്റെ അല്ലെങ്കിൽ ഭാരതത്തിന്റെ അമ്മയായിട്ടുള്ള അല്ലെങ്കിൽ ഭാരതത്തിന്റെ അമ്മയായ നമ്മളുടെ ഈ ഭാരതഭൂമിയിൽ കൃഷ്ണൻ ജനിച്ചു എന്നുള്ളത് കൊണ്ട് അമ്മയുടെ മുലപ്പാല് നുകർന്നാൽ എപ്രകാരമാണോ ഒരു കുട്ടി തൃപ്തി നേടുന്നത്, അത്തരത്തിലുള്ള ഒരു തൃപ്തി ഈ ഭാരതഭൂമിയിൽ കൃഷ്ണൻ അവതരിച്ചപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കാം, മഹാവിഷ്ണുവിനും കിട്ടിയിരിക്കാം, ലഭിച്ചിരിക്കാം എന്നതാണ് ഇവിടുത്തെ വരികളുടെ അഭിപ്രായം. ഇനി അങ്ങോട്ട് ജീവിതത്തിലുടനീളം വിസ്മയം തീർത്ത കൃഷ്ണനെയാണ് വരികളിൽ പറയുന്നത്. കൃഷ്ണന്റെ ജീവിതം വിസ്മയ സമ്പന്നമാണ്. ഓരോ കഥയും അത്തരത്തിൽ തന്നെ വളരെയധികം പ്രശസ്തമാണ്. അപ്പൊ അതുകൊണ്ട് ആദ്യ വരികളിൽ തൊട്ട് അങ്ങോട്ട് ഒരുപാട് കഥാഭാഗങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ശ്രദ്ധയോടെ കേട്ടിരിക്കുക. അപ്പോ ആദ്യ വരി പ്രകാരമാണ്, കൽത്തുറങ്കിനകത്തമ്മ കണി കണ്ട ദിനം മുതൽ കാട്ടാള നെയ്ത കണയാൽ കാൽത്താർ വിണ്ട ദിനം വരെ. ഇവിടെ ഒളിഞ്ഞിരിക്കുന്നത് രണ്ട് കഥകളാണ്. രണ്ട് കഥകൾ അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ആ രണ്ട് കഥകൾ ഏതൊന്ന് വെച്ചാൽ, ഒന്നെന്ന് പറയുന്നത് ജനനവുമായി ബന്ധപ്പെട്ട കഥയാണ്. കണ്ണന്റെ ജനനം അല്ലെ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു കഥാഭാഗം തന്നെയാണ്. കണ്ണന് രണ്ടച്ഛനും രണ്ടമ്മയും ഉണ്ട്. ഞാൻ ഇടയ്ക്കിടെ പറഞ്ഞ അമ്പാടിയിലല്ല കണ്ണൻ ജനിച്ചത്. അമ്പാടിയിലെ അച്ഛനായ അല്ലെങ്കിൽ അച്ഛനും അമ്മയുമായിട്ടുള്ള യശോദയും നന്ദഗോപുരം അല്ല കണ്ണന്റെ ശരിയായ അച്ഛനും അമ്മയും. കണ്ണന്റെ ജന്മത്തിന് പിന്നില് ഒരു കഥാഭാഗമുണ്ട്. കണ്ണന്റെ അമ്മാവൻ കംസൻ, പുരാണത്തിലെ പ്രശസ്ത അല്ലെങ്കിൽ പ്രശസ്തം എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന ഒരു കഥാപാത്രമാണ് കംസൻ. കംസന്റെ ഒരു അശരീരി കേൾക്കേണ്ടായി. അശരീരി പ്രകാരമായിരുന്നു ദേവകിയുടെ, തന്റെ സഹോദരിയായിട്ടുള്ള ദേവകിയുടെ 12ാമത്തെ പുത്രൻ കാരണം, അല്ലെങ്കിൽ ആ പുത്രൻ കാരണം തനിക്ക് മരണം ഉണ്ടാകുമെന്നുള്ള ആ ഒരു അശരീരി കംസനാകെ തളർത്തി. കംസൻ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. അപ്പൊ 12ാമത്തെ പുത്രൻ എന്നാണ് ആ ശരീരി കേട്ടത്. പക്ഷേ കണ്ണൻ ദേവകിയും വസുദേവരും, അതാണ് കണ്ണന്റെ ശരിയായിട്ടുള്ള അച്ഛനമ്മമാർ. അപ്പൊ ദേവകിക്കും വസുദേവർക്കും ജനിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും വധിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ എല്ലാവരെയും വധിക്കുകയാണ്. അങ്ങനെ 12ാമത്തെ കുഞ്ഞിനുള്ള സമയം, ആ 12ാമത്തെ കുഞ്ഞ് ജനിക്കുന്ന ആ സമയം ഈ പറയുന്ന കംസൻ തന്റെ ഭടന്മാരെ എല്ലാവരെയും ഏർപ്പാടാക്കി നിർത്തിക്കൊണ്ട് അവരിരുവരെയും തടവറയിൽ ഇടുകയാണ്. അപ്പൊ തടവറയിൽ ഇട്ടു പോകുന്ന സമയത്തും പറയുന്നുണ്ട്, കുഞ്ഞു ജനിച്ചാൽ അറിയിക്കണം, ഈ പറയുന്ന രൂപത്തിലൊക്കെ. പക്ഷെ അന്ന് അത്ഭുതം എന്ന വണ്ണം കണ്ണന്റെ ജനനം ആ ഒരു തടവറയ്ക്കുള്ളിൽ, കാരാഗ്രഹത്തിനുള്ളിൽ വളരെയധികം കോരിച്ചൊരിയുന്ന ഒരു മഴയിൽ ആണ് സംഭവിക്കുന്നത്. ആ ഒരു മഴയിൽ ഈ പറയുന്ന കണ്ണൻ ജനിക്കുന്നു. മഴയുടെ ശബ്ദം കൊണ്ടോ മറ്റ് അത്ഭുതങ്ങൾ കൊണ്ടോ അതാരും അറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. കാവൽക്കാരെല്ലാം ഉറങ്ങിപ്പോയെന്നും കാരാഗ്രഹവാതിൽ തുറന്ന് നൽകി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ആ കഥയുടെ ബാക്കി പാത്രം എന്ന് പറയുന്ന ഇപ്രകാരമാണ്. കണ്ണനെ പിന്നീട് ലഭിച്ച മറ്റൊരു നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ അശരീരി പ്രകാരം കുഞ്ഞുങ്ങളില്ലാത്ത ഈ പറയുന്ന നന്ദഗോപർക്കും യശോദയ്ക്കും എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കണ്ണന്റെ അച്ഛൻ ഒരു കുട്ടയിൽ കിടത്തിയിട്ട് കണ്ണനെ കിടത്തിയിട്ട് അങ്ങനെ അമ്പാടിയിലേക്ക് കൊണ്ടു നൽകി എന്നൊക്കെയാണ് കഥ. അപ്പോ ആ കൽത്തുറങ്കിനകത്ത് വെച്ചാണ് ഈ പറയുന്ന കണ്ണന്റെ ജനനം. അപ്പോ ആ കണ്ണന്റെ ജനനം നടന്ന ആ ഒരു വരിയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. വരി പ്രകാരമാണ്, കൽത്തുറങ്കിനകത്തമ്മ കണി കണ്ട ദിനം മുതൽ. അപ്പൊ കൽത്തുറങ്കിനകത്ത് അമ്മ കണ്ണനെ കണി കണ്ട ദിനം, അതായത് ജനനം തൊട്ട് എന്നർത്ഥം. അടുത്ത വരി പ്രകാരമാണ്, കാട്ടാള നെയ്ത കണയാൽ കാൽത്താർ വിണ്ട ദിനം വരെ. അത് മരണത്തെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. മരണം ഇപ്രകാരമാണ്. ഈ പറഞ്ഞ ജനനം ഇങ്ങനെയാണെങ്കിൽ മരണവും വളരെ വ്യത്യസ്തമാണ് ഇവിടെ പറയുന്നത്. അതായത് തന്റെ അവതാര ധർമ്മമൊക്കെ കഴിഞ്ഞതിന് ശേഷം
സ്വർഗാരോഹണത്തിന് സമയമായി എന്ന ചിന്തയിൽ ഇങ്ങനെ പോവുകയായിരുന്ന കണ്ണൻ വിശ്രമത്തിന് വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു കാട്ടിലാണ്, വനത്തിൽ അദ്ദേഹം ഇരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് അതുവഴി വന്ന് ഒരു അല്ലെങ്കിൽ തന്റെ എന്താണ് തനിക്ക് വേണ്ടിയിട്ട് വരുന്ന ഒരു ഇരയെന്ന വണ്ണം ഒരു വേടൻ കണ്ണനെ കാണുകയാണ്. കണ്ണനെ കാണുന്ന സമയത്ത് കണ്ണനാണെന്ന് വേടന് മനസ്സിലാവുന്നില്ല. വേടൻ കാണുന്നത് കണ്ണന്റെ കാലുകൾ മാത്രമാണ്. കണ്ണന്റെ മനോഹരമായ ചുവന്ന അല്ലെങ്കിൽ ചുവന്ന നിറത്തിലുള്ള ആ കാലുകൾ കണ്ട് കിളിയാണെന്ന് തെറ്റിദ്ധരിച്ച് ഒരു കിളിയാണെന്ന് തെറ്റിദ്ധരിച്ച് അമ്പെയ്യുകയും അതാണ് കണയാൽ എന്നുള്ള ആ വരികളിൽ പറയുന്നുണ്ട്. അമ്പെയ്യുകയും ആ അമ്പ് കാലിൽ തറച്ച് അങ്ങനെയാണ് കണ്ണന്റെ മരണം എന്നൊക്കെയാണ് കഥാഭാഗത്തിലുള്ളത്. അപ്പൊ അതാണ് ഈ പറയുന്ന എന്ത് ചെയ്യുന്നത്, ആദ്യം പറഞ്ഞ ആ രണ്ട് കഥകൾ. ഒന്ന്, ഇവിടെ ഒരു മിനിറ്റ്, അതായത് ആദ്യം പറഞ്ഞ ജനനം, കൽത്തുറങ്കിനകത്തമ്മ കണി കണ്ട ദിനം മുതൽ ജനനം പറഞ്ഞു. അതുപോലെ കാട്ടാളൻ എയ്ത മീൻസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അമ്പ്, കണയാൽ, കണ എന്ന് പറഞ്ഞ അമ്പ്, കാട്ടാളൻ ചെയ്ത അല്ലെങ്കിൽ നെയ്ത, എയ്താന്ന് പറഞ്ഞ അർത്ഥം. എയ്ത അമ്പ് കാലിൽ തട്ടി അന്ന് മരണം, അല്ലെങ്കിൽ ഈ പറയുന്ന സ്വർഗാരോഹണത്തിന്റെ സമയത്തിൽ ആ ചിന്തയിലിരിക്കുന്ന കൃഷ്ണന്റെ കാൽമടമ്പ് കണ്ട് കിളിയാണെന്ന് തെറ്റിദ്ധരിച്ച് ഒരു കാട്ടാളൻ വിട്ട ആ അസ്ത്രം വിട്ട ആ ദിനം വരെ അദ്ദേഹത്തിന്റെ ജീവിതം തുടർച്ചയായിട്ട് വളരെ വളരെയധികം എന്താണ് അത്ഭുതങ്ങൾ പ്രകടമായിരുന്ന ഒരു ജീവിതത്തിനുടമയായിരുന്നു എന്നാണ് ആ വരികളിൽ പറയുന്നത്. ഇനി ബാക്കിയുള്ള ആ അത്ഭുതങ്ങളിലേക്ക് കടക്കാം, അല്ലെങ്കിൽ കഥകളിലേക്ക് കടക്കാം. അപ്പോ അതിനു മുൻപായിട്ട് ഇവിടെ പറയുന്നത് നോക്കൂ, കണ്ണൻ കപടഗോപാലൻ. കണ്ണൻ ആരാണ്? കപടഗോപാലൻ, കൈവല്യാംബു ഘനാഘനം, ചെയ്ത കാര്യം സകലവും ജഗത് മോഹന മോഹനം. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കണ്ണൻ കപടഗോപാലൻ എന്നാണ് പറയുന്നത്. കണ്ണൻ കണ്ണൻ നമ്മൾ പലപ്പോഴും അല്ലെ കള്ളക്കണ്ണൻ എന്നൊക്കെ വിളിക്കാറുണ്ട്. അപ്പൊ അത്തരത്തിൽ ഇവിടെ പറയാണ് കപടഗോപാലൻ. അപ്പോ ഈ ഇടയ ചെറുക്കൻ എന്ന ഒരു ചെറിയ കള്ളത്തരത്തിൽ, ഒരു ചെറിയ എന്താ പറയാ, നമ്മൾ കള്ളൻ എന്നൊക്കെ വിളിക്കുന്നത് സീരിയസ് ആയിട്ടല്ലല്ലോ അല്ലെ, കള്ളക്കണ്ണൻ എന്നൊക്കെ നമ്മൾ തമാശപൂർവ്വം ലാളിത്യപൂർവ്വം വിളിക്കുന്ന പോലെ കപടഗോപാലൻ. അടുത്ത പദം നോക്കൂ, കൈവല്യാംബു ഘനാഘനം. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പദം, കൈവല്യാംബു ഘനാഘനം. അവിടെ 3 പദങ്ങളുണ്ട്, കൈവല്യം, അംബു, ഘനാഘനം. അല്ലെ, കൈവല്യം എന്ന് പറഞ്ഞാൽ മോക്ഷം എന്നാണ് അർത്ഥം. അംബു എന്ന് പറഞ്ഞാൽ ജലം എന്നാണ് അർത്ഥം. ഘനം എന്നാൽ അല്ലെങ്കിൽ ഘനാഘനം എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മേഘം എന്നാണ് അർത്ഥം. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്ന അർത്ഥം നമ്മളുടെ ജീവിതത്തിന്റെ എന്ന് പറയുന്നത് കൈവല്യമാണ്, ഏത് മോക്ഷമാണ്. ഏതൊരാളുടെയും ജീവിതത്തിന്റെ അവസാനം അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മോക്ഷമാണ്. അപ്പൊ ആ മോക്ഷത്തിലേക്ക് നമ്മൾ മോക്ഷം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിനു വേണ്ടിയിട്ട് ലഭിക്കുന്നത് ഒരു വെള്ളമാണെന്നിരിക്കട്ടെ. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ കൈവല്യം എന്ന് പറയുന്ന ആ മോക്ഷം എന്നതിനെ ഒരു വെള്ളമായിട്ട്, ഒരു ജലത്തിന്റെ തുള്ളിയായിട്ട് നമുക്ക് കൽപ്പിക്കാമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ, ആ വെള്ളം പെയ്യുന്ന മേഘം, വെള്ളം എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും ആഗ്രഹിക്കുന്ന മോക്ഷമാണെങ്കിൽ, ആ മോക്ഷം പെയ്യിക്കുന്ന അല്ലെങ്കിൽ തരുന്ന മേഘമാണ് കൃഷ്ണൻ. അതായത് നമ്മളിവിടെ മോക്ഷം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്, മോക്ഷം എന്ന് പറയുന്നത് ഒരു തുള്ളി വെള്ളമാണെങ്കിൽ, ആ തുള്ളി വെള്ളം പെയ്യിക്കുന്ന ആ മഴമേഘം തന്നെയാണ് കൃഷ്ണൻ. അത്രത്തോളം പ്രാധാന്യമുണ്ട് ആ കൃഷ്ണൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ചെയ്ത കാര്യം സകലവും, അദ്ദേഹം എന്തൊക്കെ കാര്യം ചെയ്തിട്ടുണ്ടോ അത് സകലവും ജഗത് മോഹന മോഹനം, ജഗത്തിന്, അതായത് ഭൂമിക്ക് എന്താണ് വളരെ മനോഹരമായ, അതായത് ഇവിടെ ലോകത്തിൽ ഏറ്റവും സുന്ദരമായ, ആ ലോകത്തെ പൂർണ്ണമായും മയക്കാൻ പോകുന്നതുമായിട്ടുള്ള രൂപത്തിലാണ് കണ്ണൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും. അല്ലെങ്കിൽ കണ്ണന്റെ ജീവിതത്തിലുടനീളം അത്തരത്തിലുള്ള ഒരുപാട് കഥകൾ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. അപ്പൊ ആ കഥകളിലേക്കാണ് ഇനി എന്ത് ചെയ്യുന്നത്, കവിത നീങ്ങുന്നത്. അപ്പൊ എന്താണ് നോക്കാം. പാഞ്ചാലിക്ക് ഞൊടിക്കുള്ളിൽ പട്ടുചേലകൾ നെയ്തതും, സുധാമാവിന്റെ പത്നിക്ക് തുങ്കസൗധങ്ങൾ തീർത്തതും.
ഇവിടെയും രണ്ട് കഥകളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. അവ എന്താന്ന് നമുക്ക് നോക്കാം. രണ്ട് കഥകളുണ്ട്. അപ്പൊ കഥയുടെ ആദ്യം വരികളിൽ ഇപ്രകാരമാണ് പറഞ്ഞിട്ടുള്ളത്. എന്താ? പാഞ്ചാലിക്ക് ഞൊടിക്കുള്ളിൽ പട്ടുചേലകൾ നെയ്തത്. അവിടെ ഒരു കഥ വരുന്നുണ്ട്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഭാരതത്തിന്റെ ഇതിഹാസങ്ങളിൽ ഒന്നാണ്, അല്ലെങ്കിൽ ഇതിഹാസങ്ങളാണ് രാമായണവും മഹാഭാരതവും. അതിൽ മഹാഭാരതത്തിൽ പഞ്ചപാണ്ഡവരുടെ പത്നിയായ പാഞ്ചാലിക്ക് നേരിടേണ്ടി വന്ന ഒരു വളരെ, അല്ലെങ്കിൽ പുരാണങ്ങളിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു ഭാഗമാണ് പാഞ്ചാലി വസ്ത്രാക്ഷേപം എന്നുള്ളത്. അതായത് പഞ്ചപാണ്ഡവരും അവരുടെ നമ്മൾ എപ്പോഴും പറയുന്ന പാണ്ഡവരുടെ എതിർവശത്തുള്ള കൗരവരും തമ്മിൽ നടന്ന ഒരു ചൂതുകളി. ആ ചൂതുകളിയിൽ രാജ്യവും എന്തിന് അവസാനത്തിൽ പഞ്ചപാണ്ഡവരുടെ 5 പേരുടെ പത്നിയായ പാഞ്ചാലിയെ വരെ എന്ത് ചെയ്യുന്നു? പണയം വെച്ചുകൊണ്ട് അവർ ചൂത് കളിക്കുന്നു. ചൂതുകളിയിൽ അവർ തോൽവി ഏറ്റുവാങ്ങേണ്ടി വരും. ആ സമയത്ത് കൗരവരിൽ ഒരാളായിട്ടുള്ള ദുശാസനൻ എന്ത് ചെയ്യാണ്? പാഞ്ചാലിയുടെ വസ്ത്രങ്ങൾ അഴിച്ചുകൊണ്ട് അവളെ അപമാനിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. മറ്റുള്ള പഞ്ചപാണ്ഡവർക്കും അല്ലെങ്കിൽ പാണ്ഡവപക്ഷത്തിന് അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ നിൽക്കുന്ന ഒരവസ്ഥ. അപ്പൊ ആ സമയത്ത് പാഞ്ചാലിയുടെ സാരി അല്ലെങ്കിൽ ആ വസ്ത്രം, ചേല, ആ വസ്ത്രം എന്ത് ചെയ്യാണ്? അഴിക്കാൻ തുടങ്ങുന്ന സമയത്ത് പാഞ്ചാലിയുടെ പ്രാർത്ഥന പ്രകാരം കൃഷ്ണൻ പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളതും, പിന്നീട് ദുശാസനം ശ്രമിച്ച അത്രത്തോളം, അത് നമ്മൾ തമാശയിൽ പറയണ്ട, അഴിച്ചിട്ടും തീരാത്തത്ര സാരി അല്ലെങ്കിൽ വസ്ത്രം ആ സമയം പാഞ്ചാലിക്ക് നൽകിക്കൊണ്ട് രക്ഷകനായി കൃഷ്ണൻ അവതരിച്ചു എന്നുള്ളതൊക്കെയാണ് പാഞ്ചാലി വസ്ത്രാക്ഷേപത്തിന്റെ ഒരു രത്നച്ചുരുക്കം. രണ്ടാമത്തെ എന്തായിരുന്നു? അടുത്തത് ഇപ്രകാരമാണ്. സുദാമാവിന്റെ പത്നിക്ക് തുംഗസൗധങ്ങൾ തീർത്തതും. അടുത്ത കഥ വരുന്നത് സുദാമാവിനെ കുറിച്ചാണ്. സുദാമാവ് എന്ന് പറയുന്നത് ഒരു ബ്രാഹ്മണനാണ്. സുദാമാവ് എന്ന് പറയുന്നതിലുപരി ആ ഒരു പേര് എല്ലാവർക്കും പരിചിതമാകുന്ന പേര് കുചേലൻ എന്നായിരിക്കും. നമുക്ക് എല്ലാവർക്കും വളരെയധികം അടുപ്പമുള്ള അല്ലെങ്കിൽ കേട്ട് പരിചയമുള്ള പേരാണ് കുചേലൻ, കുബേരൻ. കുബേരന്റെ വിപരീതമാണ് കുചേലൻ, അല്ലെങ്കിൽ കുചേലന്റെ വിപരീതമാണ് കുബേരൻ. കുചേലൻ എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏറ്റവും ദരിദ്രനായവൻ എന്നാണ്. ദരിദ്രത്തിന്റെ ഏറ്റവും അങ്ങേയറ്റം ഉണ്ടെങ്കിൽ അവരെയാണ് നമ്മൾ കുചേലൻ എന്ന് വിളിക്കുക. അത്തരത്തിലൊരു കഥാപാത്രമാണ് കുചേലൻ. ഈ കുചേലനിലൂടെയാണ് ആ ഒരു ശൈലി പോലും ഉണ്ടായതെന്ന് വേണമെങ്കിൽ പറയാം. ഈ കുചേലൻ എന്ന് പറയുന്നത് കണ്ണന്റെ സതീർത്ഥ്യനാണ്, കൂട്ടുകാരനാണ്, കുട്ടിക്കാല സുഹൃത്താണ്. അപ്പോ കുട്ടിക്കാലത്ത് കണ്ണനുമായിട്ട് കളിച്ച ഓർമ്മകളും മറ്റു കാര്യങ്ങളൊക്കെയുള്ള കുചേലൻ എന്നീ പറഞ്ഞ അഷ്ടിക്ക് വകയില്ലാതെ ഭാര്യയും കുട്ടികളുമായിട്ട് ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ കഴിഞ്ഞുകൂടേണ്ട അവസ്ഥയിൽ ഒരിക്കൽ സുദാമാവിന്റെ, അതായത് കുചേലന്റെ പത്നി ഇപ്രകാരം ചോദിക്കുകയുണ്ടായി. ദ്വാരകയുടെ രാജാവായ കണ്ണൻ, അതായത് കൃഷ്ണൻ, അങ്ങയുടെ കൂട്ടുകാരനാണല്ലോ, അദ്ദേഹത്തെ ചെന്ന് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, എന്തെങ്കിലും ഒരു സഹായം നമുക്ക് ലഭിക്കുകയില്ലേ എന്ന രീതിയിൽ ചോദിക്കണ്ടായി. അപ്പൊ ആ സമയത്ത് സുദാമാവിന് കുചേലനൊരു മനോവിഷമം പല കാര്യങ്ങളിലുണ്ട്. ഒന്ന്, ഇത്രയും കാലം ഒരു കാര്യത്തിനും സമീപിക്കാതിരുന്ന കൂട്ടുകാരനെ ചെന്ന് കണ്ട് സഹായം അഭ്യർത്ഥിക്കുന്നതിലുള്ള ഒരു ജാള്യത, അതാണ് ആദ്യം. അപ്പൊ ആ ജാള്യതയൊക്കെ മറച്ചു വെക്കാമെങ്കിലും രണ്ടാമത് അദ്ദേഹത്തെ ചിന്തിപ്പിച്ചത്, അദ്ദേഹത്തെ കാണാൻ പോകുമ്പോൾ ഒരുപാട് കാലത്തിന് ശേഷം കൂട്ടുകാരനെ, ചങ്ങാതിയെ കാണാൻ, തോഴനെ കാണാൻ വേണ്ടി പോവാണ്. അപ്പൊ തോഴനെ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് എന്താകും, അല്ലെങ്കിൽ എന്തെങ്കിലും അവന് സമ്മാനമായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കണ്ടേ. അങ്ങനെ അവസാനം എങ്ങനെയൊക്കെയോ ഭാര്യയുടെ അല്ലെങ്കിൽ ഭാര്യ അയൽപക്കങ്ങളിൽ നിന്നൊക്കെ തിരഞ്ഞ് കടം വാങ്ങിയൊക്കെ കുറച്ച് അവില് സംഘടിപ്പിച്ച് അവിലിടിച്ചിട്ട് ആ അവിലാണ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കൊടുത്തയക്കുന്നത്. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും മറ്റു നിവൃത്തിയൊന്നും ഇല്ലാതെ കണ്ണനെ കാണുന്നതിന് വേണ്ടിയിട്ട് സുദാമാവ്, അതായത് കുചേലൻ യാത്ര തിരിക്കുകയാണ്.
യാത്ര നമ്മൾ വളരെ ഇതിലൊക്കെ അല്ലെങ്കിൽ കവിതകളിലൊക്കെ ഉടനീളം അദ്ദേഹത്തിന്റെ രൂപവും ഇതേപോലെ വന്നിട്ടുണ്ടായിരുന്നു. വാങ്മയ ചിത്രം എന്ന കണക്കെ അത്രത്തോളം മുഷിഞ്ഞ വസ്ത്രം, പിന്നെ കൈകളിലും മറ്റുമൊക്കെ എന്താണ് അദ്ദേഹം തികഞ്ഞ ഭക്തനാണെന്ന് കാണിക്കുന്ന ഭസ്മം, കയ്യിൽ രുദ്രാക്ഷമാല, അതുപോലെ തന്നെ വെയില് ഒരുപാട് നടക്കാനുള്ളത് കൊണ്ട് തന്നെ വെയില് കൊള്ളാതിരിക്കാൻ ഒരു ഓലക്കുട, കയ്യിൽ നാമകീർത്തനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പുസ്തകം, പിന്നെ അരയിൽ കണ്ണന് വേണ്ടി നൽകാനായിട്ട് ആ ഭാര്യ തന്നയച്ച അവിൽപ്പൊതി. അങ്ങനെ ദ്വാരകയിലെത്തി കണ്ണനെ കാണുന്നു. കണ്ണൻ അങ്ങ് കൊട്ടാരത്തിന് മുകളിൽ ഇരിക്കുകയാണ്. ദൂരെ നിന്ന് തന്നെ തന്റെ ചങ്ങാതിയെ മനസ്സിലാക്കിയിട്ട് പരിചാരകമായി വന്ന് സ്വീകരിച്ചു. കണ്ണൻ കുശലാന്വേഷണങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അദ്ദേഹം ചോദിച്ചു, എനിക്ക് ഒന്നും കൊണ്ടുവന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോഴാണ് സമയത്ത് ഈ പറയുന്ന പോലെ അവിൽപ്പൊതി പുറത്തേക്ക് എടുക്കാൻ മടിച്ചുകൊണ്ട് അത് എന്താണ് മറച്ചു വെച്ചു എന്നും കണ്ണൻ അത് കണ്ടെത്തിയിട്ട് എന്താണെന്നൊക്കെ ചോദിച്ചു എന്നൊക്കെയാണ് കഥ. അങ്ങനെ അവിൽപ്പൊതി കയ്യിൽ നിന്നും അല്ലെങ്കിൽ ഈ പറയുന്ന അരയിൽ നിന്ന് എടുത്ത് കൊടുത്ത് ഒരു പിടി കഴിക്കുന്നു. നല്ല സ്വാദുണ്ടെന്ന് പറഞ്ഞ് രണ്ടാമത്തെ പിടിയും ഭക്ഷിക്കുന്നു. അങ്ങനെ മൂന്നാമത്തെ പിടിയും ഭക്ഷിക്കാനാകുന്ന സമയത്ത് ലക്ഷ്മി ദേവി വന്ന് തടഞ്ഞ് മതി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതിഥി സൽക്കാരം ഒക്കെ വളരെ കേമമായിട്ട് കഴിഞ്ഞു. വളരെ സന്തോഷപൂർവ്വം അവരിരുവരും ഒരുപാട് കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഒരുപാട് നേരമൊക്കെ സംവദിച്ച് യാത്ര തിരിക്കുകയാണ്. അങ്ങനെ കൂട്ടുകാരനെ കണ്ടത് സങ്കടമൊക്കെ പറഞ്ഞ് സന്തോഷമൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യാണ്, തിരികെ കുചേലൻ യാത്ര അല്ലെങ്കിൽ യാത്ര തിരിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോഴാണ് ആ ഒരു കാര്യം കുചേലൻ ഓർത്തത്. വന്ന കാര്യം പറയാൻ പറ്റില്ല. ഞാൻ എന്ത് കാര്യത്തിനാണോ വന്നത് ആ കാര്യം ഞാൻ എന്ത് ചെയ്തില്ല, പറഞ്ഞില്ല. ഇനി എന്ത് ചെയ്യും? എന്ത് പത്നിയോട് എന്ത് ഞാൻ പറയും? ഭാര്യയോട് എന്ത് പറയും? ആ ഒരു ആലോചനയിൽ ഉടനീളം യാത്ര കഴിഞ്ഞു. അങ്ങനെ വീടിന്റെ സ്ഥാനത്തേക്ക് എത്തി. വീടിന്റെ സ്ഥാനത്തേക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തിന് ഒരു പക്ഷേ വഴി തെറ്റിപ്പോയി എന്നൊരു തോന്നൽ. വഴി തെറ്റിയോ? എന്താ കാരണം? തന്റെ വീട് അവിടെ കാണാനില്ല. ആ വീടിന്റെ സ്ഥാനത്തതാ ഒരു മനോഹരമായ കൊട്ടാരം. അല്പമൊക്കെ ശങ്കിച്ചെങ്കിലും തന്റെ വീട് നിന്നിരുന്ന സ്ഥാനമാണതെന്ന് അദ്ദേഹം യാഥാർത്ഥ്യം മനസ്സിലാക്കി. പിന്നെ അതോടൊപ്പം തന്നെ തന്റെ ഭാര്യയെ കൂടെ കണ്ടപ്പോഴാണ് അദ്ദേഹത്തിന്റെ അത്ഭുതം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു കാണുന്ന കാഴ്ചയെല്ലാം യാഥാർത്ഥ്യമാണെന്നുള്ള ആ ഒരു സത്യം അദ്ദേഹം മനസ്സിലാക്കുന്നത്. താൻ പറയാതെ തന്നെ കണ്ണൻ തീർത്ത ആ ഒരു വിസ്മയമാണ് തനിക്ക് മുൻപിൽ ഇപ്പോഴുള്ളതെന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം ആ ഒരു നിമിഷത്തിൽ കുചേലൻ തിരിച്ചറിയായിരുന്നു. അപ്പൊ പറയാതെ സങ്കടങ്ങളെല്ലാം, അതായത് ആ ഒരു കഥയിൽ പറയുന്നുണ്ട്, ഒന്നാമത്തെ ഒരു പിടി കഴിച്ചപ്പോൾ ഈ പറയുന്ന സുദാമാവിന്റെ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവിടെ അതിനു പകരം ഒന്നും രണ്ടും പിടികൾ കഴിച്ചപ്പോ അതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ആ കഴിച്ചതിന്റെ പകരം എന്നല്ല, എന്നിരുന്നാൽ പോലും സുദാമാവിന്റെ പ്രശ്നങ്ങൾ ഓരോന്നും പരിഹസിച്ച് ആ കുചേലൻ എന്നുള്ള ആ ഒരു പേരിൽ നിന്ന് മായ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പോന്നതായിരുന്നു കണ്ണന്റെ ആ ഒരു എന്താ പറയാ പ്രവൃത്തി എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണ് ആ വരികളിൽ ഇപ്രകാരം പറയുന്നത്, സുദാമാവിന്റെ ഭാര്യയ്ക്ക് തുംഗസൗധം എന്ന് പറഞ്ഞാൽ വലിയ കൊട്ടാരങ്ങൾ തീർത്തതും പറയാതെ തന്നെ തന്റെ സുഹൃത്തിന് വേണ്ടിയിട്ട് കൊട്ടാരങ്ങൾ അല്ലെ കൊട്ടാരങ്ങൾ തീർത്ത കണ്ണന്റെ കഥയാണ് ആ ഒരു ഭാഗത്ത് പറയുന്നത്. ഇനി അടുത്ത വരിയിലേക്ക് നമുക്ക് കടക്കാം. എവിടെ നോക്കൂ, വരി ഇപ്രകാരമാണ്. നോക്കൂ അവസാന ഭാഗത്തിലേക്ക് കടക്കുന്നു, ശ്രദ്ധിക്കുക. താനുണ്ട ചീരയിലായാൽ
ദാത്തനുൾ തൃപ്തി ചേർത്തതും വിതുരന്റെ ഗൃഹത്തിങ്കൽ വിരുന്നിന് ഗമിച്ചതും. അപ്പോ ഈ ഒരു കഥാഭാഗം അക്ഷയ പാത്രവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്ത വരിയും കൂടെ പറഞ്ഞതിന് ശേഷം ഞാൻ ആ കഥാഭാഗത്തിലേക്ക് കടക്കാം. അടുത്ത വരി നോക്കൂ. ആയുധം കയ്യിലേന്താതെ അടർക്കളമണഞ്ഞതും ചമ്മട്ടി പൂണ്ട് തങ്കത്തേർ ചങ്ങാതിക്ക് തെളിച്ചതും. അപ്പോ ഇതാണ് ഇനി നമുക്ക് പറയാനുള്ള. ഇവിടെ എത്ര കഥയുണ്ട് നോക്കട്ടെ. 1, 2, 3. ഇനി 3 കഥ കൂടി ഇത്തരത്തിൽ വരുന്നുണ്ട്. അപ്പൊ അവ എന്താണെന്നുള്ളത് നോക്കാം. അപ്പോ ആ കഥയിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യ വരി ഇപ്രകാരമാണ്. ആദ്യ വരി ഇവിടെ, താനുണ്ട ചീരയിലായാൽ ദാത്തനുൾ തൃപ്തി ചേർത്തത്. വീണ്ടും നമ്മൾ മഹാഭാരത കഥയിലേക്കാണ് കിടക്കുന്നത്. മഹാഭാരത കഥയില് പഞ്ചപാണ്ഡവർക്കും കഥയിൽ ഒരു സമയം വനവാസം ഉണ്ടായിരുന്നു. അപ്പോ വനവാസ സമയത്ത് അവരുടെ കഷ്ടപ്പാടുകളെല്ലാം അല്ലെങ്കിൽ അവരുടെ ഇതെല്ലാം മാറിയത് പണ്ട് സൂര്യഭഗവാൻ സമ്മാനമായിട്ട് പാഞ്ചാലിക്ക് നൽകിയ അക്ഷയപാത്രത്തിലൂടെയാണ്. അക്ഷയപാത്രം പേര് സൂചിപ്പിക്കുന്ന പോലെ അക്ഷയമായ പാത്രമാണ്. ആ പാത്രത്തിൽ എത്രത്തോളം അല്ലെങ്കിൽ നമുക്ക് വേണ്ടുന്ന ആഹാരം ആ പാത്രം നൽകും. നമ്മൾ പലപ്പോഴും തമാശപൂർവ്വം അല്ലെങ്കിൽ ചോദിക്കാറുണ്ട്, ഇതെന്താ അക്ഷയപാത്രമാണ്, വീണ്ടും 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 കിട്ടാനെന്നൊക്കെ ഒരു ശൈലിയായിട്ട് മാറിയിട്ടുണ്ട് അക്ഷയപാത്രം. അപ്പോ അക്ഷയപാത്രം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആഗ്രഹപ്പെട്ട ഭക്ഷണം എത്രത്തോളം നമുക്ക് ലഭിക്കും. പക്ഷേ ആ ഒരു പാത്രത്തിന് ഒരു പരിമിതി ഉണ്ടായിരുന്നു. പരിമിതി എന്ന് വെച്ചാൽ ഇതാണ്. പാഞ്ചാലിയുടെ ആഹാരത്തിന് ശേഷം, ഈ പാഞ്ചാലി കഴിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നീട് അന്നേ ദിവസം എന്ത് ചെയ്യില്ല, പിന്നീട് ആഹാര പദാർത്ഥങ്ങളൊന്നും ലഭിക്കയില്ല. പിന്നെ അടുത്ത ദിവസമാണെന്ന് സാരം. അങ്ങനെ അതിഥി സൽക്കാരം ഒക്കെ അക്ഷയപാത്രത്തിന്റെ സൗകര്യത്തോട് കൂടിയിട്ട് പൊടിച്ചിങ്ങനെ നടക്കുകയാണ്. അപ്പൊ അതില് വളരെയധികം ദേഷ്യം പൂണ്ട കൗരവ നായകനായിട്ടുള്ള ദുര്യോധനൻ, വളരെ ദേഷ്യ അല്ലെങ്കിൽ നമ്മളെപ്പോഴും ചൂടൻ എന്നൊക്കെ പറയുന്ന മഹർഷിയായിട്ടുള്ള ദുർവാസാവിന് എന്ത് ചെയ്യാണ്, അങ്ങോട്ടേക്ക് അയക്കുകയാണ്. എങ്ങോട്ടേക്ക്? ഈ പറയുന്ന വനവാസത്തിൽ കഴിയുന്ന പഞ്ചപാണ്ഡവരുടെയും പാഞ്ചാലിയുടെയും അടുത്തേക്ക്. അപ്പൊ ആ സമയത്താണ് ഈ പറയുന്ന കണ്ണൻ കയറി ചെല്ലുന്നത്. കണ്ണന്റെ കയറി ചെല്ലുന്നതാണ് നമ്മളുടെ ഭാഗം. പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഈ കഥകളെല്ലാം തന്നെ, അപ്പോൾ ഞാൻ പറയുന്ന കഥകൾ ഞാൻ ഒരിക്കൽ കൂടി പറയണമെന്ന് ആഗ്രഹിച്ചൊരു കാര്യമാണ്. ഈ കഥ ഇങ്ങനെയും പറയാം, അല്ലാത്ത രീതിയിലും പറയാം. നമ്മുടെ കവിതയ്ക്ക് ആവശ്യമായതെന്തോ അത് മാത്രം ഞാൻ കൃത്യമായിട്ട് പറയാനായിട്ട് ശ്രദ്ധിക്കുന്നുള്ളൂ. കാരണം എന്തെന്ന് വെച്ചാല് ഈ കഥകളൊക്കെ പറയാൻ തുടങ്ങിയെങ്കിൽ അതിൽ ആദ്യം മുതൽ പറഞ്ഞു തുടങ്ങിയെങ്കിൽ നമ്മൾ ക്ലാസ് കൊണ്ടൊന്നും ചെയ്യില്ല. അത്രത്തോളം വലിയ 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 കഥകളാണ് നമുക്കുള്ളത്. അപ്പൊ ഒരുപാട് കഥാഭാഗങ്ങൾ ഇതിന്റെ ഒപ്പം ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ വരും. ഞാൻ പാഠഭാഗത്തിന് ആവശ്യമുള്ളത്, കവിതയുടെ വരികൾക്ക് ആവശ്യമുള്ളതിന് പ്രാധാന്യം നൽകിക്കൊണ്ട് മനസ്സിലാകുന്ന രീതിയിൽ ചുരുക്കിയിട്ടും നമ്മുടെ സമയത്തിന്റെ പരിമിതിക്കനുസരിച്ച് പറയാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോ ചിലപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ നിങ്ങൾ പലർക്കും അറിയാം, അതും നമുക്ക് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുള്ള രൂപത്തിൽ തോന്നുന്ന രൂപത്തിലുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോ ഞാൻ വീണ്ടും പറയുന്നു, കണ്ണൻ വന്ന സമയം. കണ്ണൻ വരുന്ന സമയത്താണ് ഈ പറയുന്ന കണ്ണന്റെ ഒരു ചോദ്യം, അയ്യോ എനിക്ക് വിശന്നിട്ട് വയ്യല്ലോ, എന്തെങ്കിലും തരും. പക്ഷെ അത് കേട്ട പാഞ്ചാലിക്ക് സങ്കടമാണ് ഉണ്ടായത്. പാഞ്ചാലിയുടെ സങ്കടം എന്തെന്ന് വെച്ചാൽ, അക്ഷയപാത്രം ഉണ്ട്, പക്ഷെ അക്ഷയപാത്രം അല്ല പ്രശ്നം. താൻ കഴിച്ചല്ലെങ്കിൽ ഇന്നത്തെ അല്ലെങ്കിൽ ഞാൻ കഴിച്ച് പാത്രം കഴുകി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി അതിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കണമെങ്കിൽ അടുത്ത ദിവസമാവണം. പക്ഷെ കണ്ണൻ നിരാശനായില്ല. വളരെ വിശപ്പുണ്ടെന്ന് പറഞ്ഞ കണ്ണൻ പറഞ്ഞു, ആ കഴുകി വച്ച പാത്രം ഒന്ന് എടുത്തു തരും. ആ കഴുകി വെച്ച പാത്രം അതിപ്പോ എന്തിനാ എന്നൊരു ചോദ്യം അല്ലെങ്കിൽ എന്നൊരു ചിന്ത. പക്ഷെ കണ്ണനാണ് ചോദിക്കുന്നത്. കൃഷ്ണനോട് മറുത്തൊന്നും പറയാൻ ആർക്ക് കഴിയില്ല.
പാഞ്ചാലിക്ക് കഴിയില്ല. അങ്ങനെ ദ്രൗപദി പാഞ്ചാലി എന്ത് ചെയ്യുന്നു? ആ പാത്രം എടുത്തു നൽകുന്നു. ആ പാത്രം എടുത്തു നൽകിയിട്ട് ആ പാത്രത്തിൽ അവർ കഴിച്ച ഭക്ഷണത്തിന്റെ ഒരു അവശിഷ്ടമായ ഒരു ചെറിയ ചീരയുടെ കഷ്ണം, ചീരയുടെ ഇലയുടെ കഷ്ണം ഉണ്ടായിരുന്നു അത്രേ. അപ്പൊ അതെടുത്ത് കഴിക്കുകയും ആ ഒരു ചീരയുടെ ഇലയുടെ കഷ്ണത്തിൽ തൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തു കണ്ണൻ എന്നുള്ളതാണ് കഥാഭാഗം. അപ്പോ ആ സമയത്ത് നമ്മുടെ വരിയിൽ പറയുന്നത് ഇപ്രകാരമാണ്: താനുണ്ട ചീരയിലായാൽ ദാത്തനുൾ തൃപ്തി ചേർത്തത്. എന്തിന്? ആ സമയത്ത് വന്ന ദുർവാസാവിന് പോലും തൃപ്തി ചേർക്കുന്ന തരത്തിലായിരുന്നു കണ്ണന്റെ പെരുമാറ്റം എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അവിടെ ദാത്തൻ എന്ന് പറയുന്ന ഒരു പദം നമുക്ക് കാണാം. ദാത്തൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹർഷി എന്നുള്ളതാണ്. ഇവിടെ മഹർഷിയായിട്ടുള്ളത് ദുർവാസാവാണ്. ദുർവാസാവിനെയാണ് അവിടെ ദാത്തൻ എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ താനുണ്ട ചീരയിലായാൽ ദാത്തനുൾ തൃപ്തി ചേർത്തു. അതാണ് അക്ഷയപാത്രത്തിന്റെ ആ ഒരു കഥാഭാഗം. അടുത്തത് വിതുരന്റെ ഗൃഹത്തിങ്കൽ വിരുന്നിന് ഗമിച്ചതും. അത് മറ്റൊരു ചെറിയ കഥാഭാഗം. അതായത് ഒരിക്കൽ കൃഷ്ണൻ ദൂതനായിട്ട് നമ്മുടെ കൗരവ നായകനായിട്ടുള്ള ദുര്യോധന്റെ അടുത്തേക്ക് ആയിരുന്നു. അന്ന് ദൂതനായി എത്തിയ കൃഷ്ണന് വേണ്ടിയിട്ട് വളരെ വലിയൊരു മഹാവിരുന്ന്, അല്ലെ, വലിയ അപ്പൊ വലിയൊരു വിരുന്ന് തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിലൊന്നും പങ്കെടുക്കാതെ തന്റെ ഭക്തനായ, തന്റെ പ്രിയ ഭക്തനായ സാധാരണക്കാരനായ വിതുരരുടെ വിനീതമായ വിരുന്ന് സ്വീകരിച്ചു കൃഷ്ണൻ എന്നുള്ളതാണ് കഥ. അപ്പോ ഈ പറയുന്ന ദുര്യോധനന്റെ ആ ഒരു അതിഥിസൽക്കാരത്തിന് പകരം തന്റെ വാത്സല്യത്തിന് അല്ലെങ്കിൽ തന്റെ ഇതിന് പാത്രമായിട്ടുള്ള, അല്ലെങ്കിൽ തന്റെ ഏറ്റവും അല്ലെങ്കിൽ തന്നെ ഭക്തപൂർവ്വം അല്ലെങ്കിൽ ഭക്തിപൂർവം സ്മരിക്കുന്ന ഭക്തനായിട്ടുള്ള ഈ പറയുന്ന ആരായിരുന്നു, പേര് മറന്നല്ലോ, ആരായിരുന്നു, വിതുരരുടെ, ക്ഷമിക്കണം, വിതുരരുടെ അടുത്തേക്ക് പോയിട്ട് അദ്ദേഹത്തിന്റെ, തന്റെ ഭക്തന്റെ സൽക്കാരം അല്ലെങ്കിൽ സ്വീകരിക്കുകയാണ് കണ്ണൻ ചെയ്തത്. അത് മറ്റൊരു ചെറിയ ഭാഗം. ഇനി അടുത്തതാണ് പ്രധാനപ്പെട്ടത്, അവസാനത്തേത് ശ്രദ്ധിക്കുക. ആയുധം കയ്യിലേന്താതെ, ആയുധം കയ്യിലേന്താതെ അടർക്കളം ചേർത്ത് വയ്ക്കുമ്പോൾ ആയുധം കയ്യിലേന്താതെ അടർക്കളം അണഞ്ഞതും ചമ്മട്ടി പൂണ്ട് തങ്കത്തേർ ചങ്ങാതിക്ക് തെളിച്ചു. ആ ഒരു കഥ ഇപ്രകാരമാണ്. കുരുക്ഷേത്ര യുദ്ധത്തിന്റെ അവസാന ഭാഗം. കുരുക്ഷേത്ര യുദ്ധം നടക്കുന്നത് സമയത്ത് കണ്ണന്റെ സഹായത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കൗരവ നായകനായിട്ടുള്ള ദുര്യോധനും അതേസമയം പഞ്ചപാണ്ഡവരിൽ ഒരാളായിട്ടുള്ള അർജുനനും അദ്ദേഹത്തെ ചെന്ന് കാണുകയാണ്. പഞ്ചപാണ്ഡവർ, കുരുക്ഷേത്ര യുദ്ധമാണല്ലോ മഹാഭാരത യുദ്ധത്തിന്റെ അല്ലെങ്കിൽ മഹാഭാരത കഥയുടെ അടിസ്ഥാനം. പഞ്ചപാണ്ഡവർ, അല്ലെ, ആരൊക്കെയാണ് പഞ്ചപാണ്ഡവർ? യുധിഷ്ഠിരൻ, ഭീമൻ, അർജുനൻ, നകുലൻ, സഹദേവൻ. അപ്പൊ അതില് അർജുനനാണ് ഈ പറയുന്ന ദുര്യോധനോടൊപ്പം അല്ലെങ്കിൽ ദുര്യോധനോടൊപ്പം തന്നെ കണ്ണനെ കാണുവാനായിട്ട് ചെന്നത്. കണ്ണൻ വിശ്രമിച്ച് അല്ലെങ്കിൽ ഉറക്കം നടിച്ചുകൊണ്ട് അവിടെ കിടക്കുകയായിരുന്നു. അപ്പോ ഈ പറയുന്ന കണ്ണനെ ഉണർത്തണ്ട എന്ന് കരുതിക്കൊണ്ട് അവരിരുവരും അവിടെ ചെന്നു. അവിടെ ചെന്നതിന് ശേഷം ഈ പറയുന്ന അർജുനൻ അദ്ദേഹത്തിന്റെ കാലിന്റെ അരികിലായിട്ട് അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ദുര്യോധനാവട്ടെ അവിടെ സിംഹാസനത്തിൽ ഇരിക്കുന്നുണ്ട്. അവർ ഉണരുവാൻ വേണ്ടിയിട്ട്, കണ്ണൻ ഉണരുവാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അങ്ങനെ കണ്ണൻ ഉണരുന്ന സമയത്ത് ആദ്യം കണ്ണു തുറന്ന് കാണുന്നത് തന്റെ കാൽപാദത്തിന്റെ അവിടെ ഇങ്ങനെ നിൽക്കുന്ന അർജുനെയാണ്. രണ്ടുപേരുടെയും ആഗമനോദ്ദേശം ചോദിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. രണ്ടാൾക്കും ഒരാവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ഒരാൾക്കൊപ്പം ഞാൻ വരാം. അതായത് ഒരാൾക്കൊപ്പം ഞാൻ വരാം, മറ്റൊരാൾക്ക് എന്റെ സൈന്യത്തെ മുഴുവൻ നൽകാം. ദ്വാരയുടെ രാജാവാണ്, സൈന്യം ഉണ്ടായിരിക്കും. അപ്പോ ആ ഒരു സൈന്യത്തെ മുഴുവൻ ഒരാൾക്കും
മറ്റൊരാൾക്കൊപ്പം ഞാനും വരാം, ഞാൻ ഒറ്റയ്ക്കും വരാം. പക്ഷെ അവിടെയും വേറെ പ്രശ്നമുണ്ട്. ഞാൻ വരുമ്പോൾ ഞാൻ യുദ്ധത്തിൽ ആയുധങ്ങളൊന്നും തൊടുകയില്ല. അതായത് കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, യുദ്ധത്തിന് ഞാൻ വരും, പക്ഷെ യുദ്ധം ചെയ്യില്ല. ഒരു ആയുധവും ഞാൻ എന്ത് ചെയ്യില്ല, തൊടുകയില്ല. ഒന്ന് അതാണ്. രണ്ട്, മറ്റൊരു ഭാഗത്തിന് എന്റെ സൈന്യത്തെ മുഴുവൻ നൽകുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് അറിയിച്ചത്. അപ്പോ എന്ത് ചെയ്യും? ഞാൻ ആദ്യം കണ്ണു തുറന്ന് കണ്ടത് അർജുനെയാണ്. അതുകൊണ്ട് അർജുനൻ ആദ്യം തന്നെ തീരുമാനിക്കട്ടെ എന്ത് വേണം. ആദ്യത്തെ തിരഞ്ഞെടുക്കാനുള്ള സാധ്യത അർജുനന് നൽകി. അർജുനൻ പറഞ്ഞു, എനിക്ക് അങ്ങയുടെ സാന്നിധ്യം മാത്രം മതി. അത് കേട്ടപ്പോൾ ഒരു പക്ഷേ ചിലപ്പോ എന്താണ്, ദുര്യോധന ചിലപ്പോ ഒരു സങ്കടം തോന്നി, അല്ലെങ്കിൽ സങ്കടമല്ല, എന്താ പറയാ, ആയുധം അല്ലെ, അർജുനൻ ചെയ്തൊരു മണ്ടത്തരമാണോ എന്ന് പോലും ചിലപ്പോൾ ആർക്ക് തോന്നിക്കാണാം, ദുര്യോധന തോന്നിക്കാണാം. പക്ഷെ അത് മണ്ടത്തരമല്ലായിരുന്നു എന്ന് തോന്നണമെങ്കിൽ നമ്മളുടെ ഈ പറയുന്ന കുരുക്ഷേത്ര യുദ്ധത്തിന്റെ ക്ലൈമാക്സ് കണ്ടാകും. അപ്പോ അതിലേക്ക് നയിക്കുന്ന കാര്യം ഇപ്രകാരമാണ്. അങ്ങനെ ആ ഒരു തീരുമാനത്തിലേക്ക് എത്തി. ഒരു ആയുധവും ഏന്താതെ സാന്നിധ്യം മാത്രമായി അർജുനനൊപ്പം പഞ്ചപാണ്ഡവരുടെ പക്ഷത്തിൽ പാണ്ഡവപ്പടയ്ക്കൊപ്പം കൃഷ്ണൻ ചേർന്നു. സൈന്യത്തെ ദുര്യോധനും നൽകി. അപ്പോ അതാണ് ഇവിടെ പറയുന്നത്, ആയുധം കയ്യിൽ ഏന്താതെ അടർക്കളമണഞ്ഞതും ചമ്മട്ടി പൂണ്ട് തങ്കത്തേർ ചങ്ങാതിക്ക് തെളിച്ചതും. അപ്പോ യുദ്ധത്തിൽ ആയുധമെടുക്കുന്നില്ലെന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ചമ്മട്ടി പൂണ്ട് തങ്കച്ചേർ, അല്ലെങ്കിൽ തങ്കത്തേർ, ചേറല്ല തേർ, തങ്കത്തേർ തെളിക്കുന്നതിൽ യാതൊരുവിധ പ്രശ്നവുമില്ല. അതായത് കുരുക്ഷേത്ര കഥയിൽ ഈ പറയുന്ന അർജുനന്റെ രഥത്തിന്റെ അല്ലെങ്കിൽ തേരിന്റെ സാരഥിയായിട്ട്, അല്ലെങ്കിൽ തേര് തെളിക്കാനായിട്ട് വന്നത് ഈ പറയുന്ന ചങ്ങാതിയായിട്ടുള്ള കൃഷ്ണനാണ്. അതായത് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ തേരാളിയായി കൃഷ്ണൻ അവതരിച്ചു. നമ്മളെ കഥയിൽ കൃഷ്ണൻ എന്ത് ചെയ്തു? ചമ്മട്ടി പൂണ്ട്, ചമ്മട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുതിരച്ചാട്ടം, മീൻസ് കുതിരയുടെ ഇതുണ്ടാവില്ലേ, തേരാളിയായി എന്നർത്ഥം. കുതിരച്ചാട്ട പൂണ്ടുകൊണ്ട് തങ്കത്തേർ, തങ്കരഥം ചങ്ങാതിക്ക് വേണ്ടി എന്ത് ചെയ്തു? അർജുനന് വേണ്ടി തെളിച്ചുകൊണ്ടാണ് എന്ത് ചെയ്തത്? കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അർജുനന് സഹായമായിട്ട് ആര് നിന്നത്? കൃഷ്ണൻ നിന്നത്. ഇനി അവസാന വരിയിലേക്ക്. അവസാന വരി പ്രകാരമാണ്. നോക്കാം. അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, ആയുധം കയ്യിലേന്താതെ അടർക്കളമണഞ്ഞതും ചമ്മട്ടി പൂണ്ട് തങ്കത്തേർ ചങ്ങാതിക്കു തെളിച്ചതും. അവസാന വരി പ്രകാരം, അത്തേർ തടത്തിൽ നിന്നുകൊണ്ട് അതിമഞ്ജുള രീതിയിൽ അഖിലോപനിഷത്സാരം അവനരുൾ ചെയ്തതും. അത്തേർ തടത്തിൽ നിന്നുകൊണ്ട്, അതായത് യുദ്ധത്തിന്റെ ഒരു തലത്തിൽ അർജുനന് ഒന്ന് സ്റ്റക്കായി, അല്ലെങ്കിൽ ഒന്ന് അദ്ദേഹം എന്ത് ചെയ്തു? എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയായി. അതായത് താൻ യുദ്ധം ചെയ്യുന്നത് തന്റെ ചോരയോട്, രക്തത്തോട് തന്നെയാണ്, തന്റെ സഹോദരങ്ങളോട് തന്നെയാണല്ലോ എന്നൊരു തോന്നൽ യുദ്ധത്തിനിടയ്ക്ക് എപ്പോഴോ എന്ത് ചെയ്തു? അർജുനന് വന്നു. അപ്പൊ ആ ഒരു സമയത്ത് യുദ്ധം ഒരു രീതിയിൽ കൗരവപക്ഷത്തിന് സാധ്യത നൽകുന്നു എന്ന് മനസ്സിലാക്കിയ കണ്ണൻ അതിലിടപെടുകയും കൗരവ പക്ഷത്തിനെതിരെ അർജുനന് പോരാടാനായിട്ടുള്ള ആ ഒരു ഉപദേശമായിരുന്നു കണ്ണൻ നൽകുന്നത്. ആ നൽകിയതിലൂടെയാണ് കുരുക്ഷേത്ര യുദ്ധം പാണ്ഡവ പടയ്ക്ക് അനുകൂലമായത് എന്നുള്ളതാണ് കഥ. അപ്പൊ ഇവിടെ പറയുന്നത്, ആ തേർത്തടത്തിൽ, അതായത് തേരിന്റെ ആ തടത്തിൽ നിന്നുകൊണ്ട് അതിമഞ്ജുള രീതിയിൽ, വളരെ മനോഹരമായ രീതിയിൽ അഖിലോപനിഷത്സാരം, അവിടെ ഉദ്ദേശിക്കുന്നത് ഉപനിഷത്താണ്. അതായത് നമുക്ക് കുറച്ചും കൂടെ ലളിതമായി പറയുകയാണെന്നുണ്ടെങ്കിൽ ഗീതോപദേശം വളരെ പ്രധാനപ്പെട്ട പ്രശസ്തമായിട്ടുള്ള ഒന്നാണ്. കണ്ണൻ ഈ പറയുന്ന കുരുക്ഷേത്ര യുദ്ധ സമയത്ത് എന്ത് ചെയ്തത്? യുദ്ധത്തിന്റെ
വിജയത്തിന് ആധാരമായിട്ടുള്ള ഉപദേശം, ഗീതോപദേശം നൽകിയത്. അപ്പൊ ആ ഗീതോപദേശം അവൻ അരുൾ ചെയ്തതും, അതായത് കൃഷ്ണൻ അർജുനന് വേണ്ടി പറഞ്ഞു കൊടുത്തതും എന്നാണ് അവിടെ പറയുന്നത്. അപ്പോ ആയുധം കയ്യിലേന്താതെ വരുമെന്ന് പറഞ്ഞ കണ്ണൻ അത് എന്ത് ചെയ്തു? അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ പ്രവർത്തിച്ചു. ചങ്ങാതിക്ക് തേരാളിയായി പോയി. ചങ്ങാതിക്ക് ഒരു നിമിഷത്തിൽ ഒരു സംശയം അല്ലെങ്കിൽ ഒരു അവസരത്തിൽ ഒരു സുഹൃത്തെന്ന വണ്ണം ഒരു തന്റെ ആ ഒരു ഗീതോപദേശത്തിനെ കുറിച്ച് ചെറുതായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്രകാരമാണ്. അതായത് തനിക്ക് വേറെ യുദ്ധം ചെയ്യാൻ വരുന്നത് സ്വന്തം ചോരയാണെങ്കിൽ പോലും അവരോട് പൊരുതണം എന്നുള്ള രൂപത്തിലായിരുന്നു ആ ഒരു ഗീതോപദേശം. അപ്പോ ആ ഒരു ഉപദേശത്തിന്റെ ആഴത്തിൽ നിന്നുകൊണ്ടാണ് അർജുനൻ പിന്നീട് യുദ്ധം ചെയ്യുകയും ആ യുദ്ധത്തിൽ എന്ത് ചെയ്തത്? പഞ്ചപാണ്ഡവരെ മുഴുവൻ ജയിപ്പിക്കാൻ പോകുന്ന രീതിയിലേക്ക് ആ ഒരു യുദ്ധത്തെ നയിക്കാൻ വേണ്ടിയിട്ട് ആർക്ക് സാധിച്ചത്? അർജുനന് സാധിച്ചത്. അപ്പൊ ഇത്രയുമാണ് നമ്മളുടെ കവിതാ ഭാഗം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആദ്യ ഭാഗത്തിൽ വളരെ മനോഹരമായിട്ടുള്ള പ്രകൃതി ഭംഗിയെ കുറിച്ച് തൊട്ട് തുടങ്ങി കൃഷ്ണന്റെ മനോഹരമായ മേനിയും മറ്റ് ഓരോരോ കാര്യങ്ങളും ചർച്ച ചെയ്ത് ഒരു വാങ്മയ ചിത്രം തന്നെ, കണ്ണന്റെ ഒരു വാങ്മയ ചിത്രം തന്നെ നമുക്ക് ആ ഒരു ആദ്യ കുറച്ച് ഭാഗങ്ങളിൽ നൽകി. പിന്നീട് ജീവിതത്തിലുടനീളം കണ്ണൻ തീർത്ത വിസ്മയങ്ങളെ കുറിച്ചായിരുന്നു. ഓരോ വരികളിലും അല്ലെങ്കിൽ ഓരോ 4 വരിയിലും ഒന്നും രണ്ടും ഈ പറയുന്ന കഥാഭാഗങ്ങൾ, പല കഥകളും, കണ്ണന്റെ കഥകൾ അല്ലെങ്കിൽ കുരുക്ഷേത്ര അല്ലെങ്കിൽ മഹാഭാരതത്തിൽ അടങ്ങിയിരിക്കുന്ന ചെറിയ ചെറിയ കഥകൾ എന്നാൽ കഴിയുന്ന രൂപത്തിൽ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. സോ ഇത്രയുമാണ് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത്. മഹാകവി ഉള്ളൂരിന്റെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കവിത തന്നെയാണ് അന്നത്തെ പുണ്യം എന്നുള്ളതിൽ യാതൊരുവിധ തർക്കവുമില്ല. അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും വളരെയധികം നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരും നല്ലപോലെ പഠിക്കുക, നല്ലപോലെ തന്നെ കവിത ആസ്വദിക്കാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. അപ്പോ മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു പാഠത്തിന്റെ ചർച്ചയുമായിട്ട് ഇതേപോലെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.